കർത്താവിന്റെ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിന് നന്ദിയോട് തുതിக்கிறோம். കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ മാറ്റമായി ഇവിടുന്ന് തിരുവല്ലായ്ക്ക് പോയത്. கடந்த பிப்ரவரி மாதம் தான் நான் இங்கிருந்து மாறுதலாகி திருவிழாவுக்கு சென்றேன். എനിക്ക് ഇനി ഒരു ട്രാൻസ്ഫർ കാണുകയില്ല, ഇനിയൊരു തുടർന്നൊരു ഉത്തരവാദിത്വം വഹിക്കാൻ കഴിയുകയില്ല എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് நான் இனி எனக்கு ஒரு டிரான்ஸ்பர் இருக்காது, இனி எங்கேயாலும் பொறுப்பாக எனக்கு தொடர்ந்து ஊழியம் செய்ய முடியாது என்று நான் நினைத்து கொண்டிருக்கிற வேளையில் കർത്താവ് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു. ஆண்டவர் சொன்னார், அப்படி அல்ல, വിസ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറയാം. விசா ஒரு முறை கூட நான் நீட்டி கொடுத்திருக்கிறேன். അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത വിസയിലാണ് ഇപ്പൊ തിരുവല്ലായി പോയത്. இப்படி எக்ஸ்டெண்ட் செய்ததான விசாவில் தான் திருவள்ளா சென்றிருக்கிறேன். സാധാരണ പോലെ വിസിറ്റിംഗും ഒക്കെ വളരെ പ്രയാസമാണ്. മുൻ പോലെ എനിക്ക് അധികமாக വിസിറ്റിംഗ് செய்யறது கடினம். സാധാരണ ഞാൻ പറയുന്ന ഒരു ഭാഷയാണ് റീചാർജബിൾ ബാറ്ററി. ഞാൻ എപ്പോഴും சொல்லுகிறதான ഒരു വാർത്ത இருக்கிறது, റീചാർജബിൾ ബാറ്ററി. ഒരു മീറ്റിംഗ് നടത്തിയാൽ അത് കഴിഞ്ഞാൽ ചാർജ് അങ്ങ് തീരും. ഒരു കൂട്ടം നടത്തിന ഉടനെ என்னுடைய ബെല്ലൻ അതോടെ തീരും. പിന്നെ കിടക്കണം, വീണ്ടും ചാർജ് ചെയ്ത് തരികയാണ്. நான் இளைப்பாற வேண்டும், கர்த்தர் மறுபடியும் என்னை புதுப்பித்து தருவார். തിരുവനന്തപുരത്തിന് വരണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. തിരുവനന്തപുരം വര வேண்டும் എന്ന വിരുപ്പം ഇരുന്നത്. സാധിക്കുമോ എന്ന് ഉള്ള ധൈര്യമില്ലായിരുന്നു. അത് നடைபெறுமா முடியுமா என்று நான் என்ன சொல்ல முடியவில்லை. കർത്താവ് ഒരു ചാൻസ് തന്നതിനാലേ വരാനിടയായി. ஆனால் ஆண்டவர் ஒரு தருணம் தந்தபடினால் இன்றைக்கு வர முடிந்தது. എല്ലാവർക്കും നമുക്കൊരു പുതിയ വർഷം കർത്താവ് തന്നു. நாம் எல்லாருக்கும் ஆண்டவர் ஒரு புதிய வருஷத்தை தந்திருக்கிறார். 2-3 ആഴ്ചയായി തണുത്തു പോയെന്നാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2-3 வாரங்கள் ஆன இருக்கிறது என்ற குளிர் ஆயிருந்தாலும் உங்களுக்கு புது வருஷ வாழ்த்துக்களை தெரிவித்துக் கொள்கிறேன். ഒന്ന് ചൂടാക്കിയേക്കണം, അത് നിങ്ങൾ ചൂട് പണിക്കൊള്ള വേണ്ട. ദൈവത്തിന് സ്തോത്രം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അതിനോടുകൂടി വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതോടുകൂടി ഇന്നൊരു പുതിയ കാര്യത്തെ சொல்லுகிறேன். അടുത്ത ആഴ്ചയിലാണ് തിരുവല്ലയിലെ സെൻട്രൽ കൺവെൻഷൻ. അടുത്ത വാരം തിരുവല്ല സെൻട്രൽ കൺവെൻഷൻ. അപ്പൊ എല്ലാരെയും അതിനായിട്ട് തിരുവല്ലയ്ക്ക് ക്ഷണിക്കുകയാണ്. அதற்காக நீங்கள் எல்லாரும் തിരുവല്ല വരുம்படி உங்களை அழைக்கிறேன். പ്രാർത്ഥിച്ച് ദൈവം അനുവദിച്ചാൽ കടന്നു വരിക. ജപിത്ത് ദൈവൻ അനുവദിപ്പാരാனால் കടന്നു വാരുங்கள். ദൈവത്തിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ചില നിമിഷങ്ങൾ നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചില നിമിഷങ്ങൾ നിങ്ങളോടുകൂടെ വേദവചനത്തെ പങ്കിടുമ്പടിയായി ഞാൻ വിരുമ്പുகிறேன். അവിടെ ഉടനെ തന്നെ തിരിച്ചെത്തേണ്ട കാര്യമുണ്ട്. നാം ഉടനെ തിരുപ്പ പോക വേണ്ടിയതായിരിക്കുന്നത്. കാരണം കൺവെൻഷന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ചെയ്യേണ്ടതായിരിക്കുന്നു. കൺവെൻഷനുക്കാன ആയത്ത വേളകൾ നடைபெறுகிறபடியால் കർത്താവ് കൃപ തരണം. കർത്താവ് இதற்கெல்லாம் கிருபை தர வேண்டும். നമുക്ക് തന്നിരിക്കുന്ന അതിമഹത്തായ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് തന്നിരിക്കുന്നതാണ് மிக மேன்மையான இந்த தேவனுடைய கிருபைக்காய் நம்ம எல்லாரும் கர்த்தரை ஸ்தோத்திரம் பண்ணுவோம். ஸ்தோத்திரம் 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 ஸ்தோத்திரம். അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം. അപ്പോസ്തല നടപടികൾ 3-ാം അധികാരം 25-26 വാക്യങ്ങൾ. 25-26 വചനങ്ങളെ വാസിക കേൾക്കാം. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു. ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. എല്ലാവരും അനുഗ്രഹം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മെല്ലാവരും ആശീർവാദത്തെ പെற വിരുമ്പുகிறோம். പക്ഷെ അതിന് ചില തടസ്സങ്ങളുണ്ട്. ஆனால் சில தடைகள் அதற்குண்டு. ആ തടസ്സങ്ങൾ എന്ന് പറയാൻ മാറ്റേണ്ടത് നമ്മുടെ കടമ. அந்த தடைகளை மாற்ற வேண்டியது நம்முடைய கடமை. ഒരു വിടുതലിന് വേണ്ടിയും അനുഗ്രഹത്തിന് വേണ്ടിയും അനേകർ ആഗ്രഹിക്കുന്നെങ്കിലും വിടുതലയ്ക്കാகவும் ആശീർവാദത്തെയും അനേകർ വിരുമ്പിനാലും 2 കാര്യങ്ങൾ അതിന് തടസ്സമായിരിക്കുകയാണ്. இதற்கு தடையாக 2 வேறு காரியங்கள் இருக்கிறது. ഒന്ന്, പിശാചിന് ഒരു സ്വാധീനം നമ്മുടെ മേലുണ്ടായിരുന്നു. ஒன்று, பிசாசுக்கு நம்மேல் ஒரு உரிமை இருக்கிறது. അവനെ കുറിച്ച് പറയുന്നത് സർവ്വഭൂതലത്തെയും തെറ്റിക്കുന്ന പിശാചെന്നാണ് പറയുന്നത്. அவனை குறித்து சொல்லப்படுகிற காரியம் பூமியிலுள்ள சகல குடிகளையும் தவறாக வழி நடத்துகிறவன். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ കർത്താവ് എത്രയും നല്ലതെന്ന് പറഞ്ഞു. பூமியை ஆண்டவர் உண்டாக்கின பொழுது அது மிகவும் நன்றாயிருந்தது என்று சொன்னார். ശാസ്ത്രീയ നാമത്തിൽ അതിന് പേര് കോസ്മോസ് എന്നാണ്. காஸ்மோஸ் என்றுதான் அதனுடைய அறிவியல் பெயராயிருக்கிறது. മനോഹരമായി അറേഞ്ച് ചെയ്തതായ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം. மிகவும் நேர்த்தியாக
செம்மையாக ஒழுங்காக உருவாக்கினதான ஒரு காரியம். ഭൂമിയിൽ സസ്യങ്ങളും ജന്തുക്കളും ഉണ്ട്. ഭൂമിയിലെ தாவரங்களும் மிருகங்களும் உண்டு. അത് ദൈവം നന്നായി സൃഷ്ടിച്ചു. தேவன் இவைகளை நன்றாய் உண்டாக்கினார். ഒരു പുല്ലിന്റെ ഇല നമ്മൾ ഒരു പുൽക്കൊടി പറിച്ചെടുത്താൽ, ഒരു പുല്லை நாம் பறித்தெடுத்தால் മനുഷ്യന് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത അത്ര പൂർവ്വ പെർഫെക്റ്റ് ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. அது நாம் ஆராய்ந்து பார்க்கிற வேளையில் நம்முடைய சிந்தைக்கு உட்கொள்ள முடியாத விதத்தில் எவ்வளவு சிறப்பாக அது நேர்த்தியாய் செய்யப்பட்டிருக்கிறது. പുല്ലും പൂവും ഒക്കെ മനുഷ്യൻ അതുപോലെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പുല്லையும் പൂവയും മനുഷ്യனுடைய அறிவிலே ഉണ്ടാക്കുம்படி முயற்சி செய்திருக்கிறான். ഇന്നും ശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്നും அந்த முயற்சி நடைபெற்றுதான் இருக்கிறது. മനോഹരമായ പൂക്കളും ഫലങ്ങളും ഒക്കെ മനുഷ്യനുണ്ടാക്കുന്നുണ്ട്. അഴകാണ് പൂക്കളെ പഴങ്ങളെ എല്ലാം മനുഷ്യൻ ഉണ്ടാക്ക പ്രയാസപ്പെടുகிறான். പക്ഷേ ഒരു പോരായ്മയുണ്ട് അതിന്. ஆனால் அவைகளுக்கெல்லாம் ஒரு குறைவுண்டு. മനുഷ്യനുണ്ടാക്കുന്ന മനോഹരമായ പൂക്കൾ, ഫലങ്ങൾ, പുല്ലും അതുപോലുള്ള ചെറിയ വസ്തുക്കളാണെങ്കിലും மனிதன் தன்னுடைய முயற்சியினால் ഉണ്ടാக்குற புல்லோ பூவோ பழங்களோ எதுவா இருந்தாலும் ഒരു പോരായ്മയുണ്ട് അതിനകത്ത്. അതിൽ ഒരു കുറവുണ്ട്. എന്താ പറഞ്ഞാട്ടെ? என்ன தெரியுமா? சொல்லுங்கள். ആരെങ്കിലും? അതിന് ജീവനില്ല. அதற்குள் ஜீவன் இல்லை. ആ പുല്ലിന്റെ ഇലയും പൂവും അതുപോലെ തന്നെ ഇരിക്കും. അത് പൊഴിഞ്ഞു പോകുമെന്നുള്ളതല്ലാതെ അതിന് വളർച്ചയില്ല. மனிதன் உண்டாக்கின புல்லோ பூண்டோ எதா இருந்தாலும் அது அவ்விதமாகவே இருக்கும். அதற்கு வளர்ச்சி இல்லை. அது அழிந்து போவதும் இல்லை. അതിന് മണമില്ല. அதில் எந்த மனமும் இல்லை. ഒരു തേനീച്ച അങ്ങോട്ട് വിട്ടാല്, ഒരു തേനീച്ച അങ്ങ് വിട്ടാൽ അത് ഒരിക്കലും തിരിഞ്ഞങ്ങ് പോകും. കാര്യം അതിനകത്ത് മണമില്ല, തേനില്ല, ജീവനില്ല. അവിടെ அதற்குள்ளே ജീവൻ ഇല്ലാത്തപടിയാൽ തേൻ ഇല്ലാത്തപടിയാൽ അങ്ങിருந்து അത് മറന്നു പോകും. മനുഷ്യൻ സൃഷ്ടിക്കുന്നതൊക്കെ അങ്ങനെയാണ്. മനുഷ്യൻ ഉണ്ടാക്കുവതെല്ലാം அப்படி இருக்கிறது. എന്നാൽ സർവശക്തനായ ദൈവം സൃഷ്ടിച്ചപ്പോൾ, ஆனால் സർവ്വവല്ലഭനായ தேவன் ഉണ്ടാക്കിன போது മനോഹരമായി സൃഷ്ടിച്ചു, அழகாய் ഉണ്ടാക്കിனார். മനുഷ്യനെ നോക്കുക, மனிதனை பாருங்கள். ഭയങ്കര അതിശയമായി നീ എന്നെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. பயங்கரம் அதிசயமும் ஆச்சரியமாக நீ உண்டாக்கினீர் என்று சொல்லுகிறார். Fearfully and marvelously am I created. பயங்கரமும் அதிசயமும் நீர் என்னை உண்டாக்கினீர். ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. മനുഷ്യ ശരീരത്തെ അപഗ്രസിച്ചാൽ, മനുഷ്യന്റെ ശരീരത്തിനെ ആരാய்ந்தாൽ മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലാണ് അതിന്റെ പ്രവർത്തനം. மனிதன் நம்ப முடியாத விதத்தில் அவனுடைய கிரியை இருக்கிறது. ഇതൊക്കെ താഴ്ന്ന ജന്തുക്കളിൽ നിന്നും പുരോഗമിച്ചുണ്ടായതെന്നാണ് മനുഷ്യൻ പറയുന്നത്. ஆனால் இன்றைக்கு மனிதன் சொல்லுகிறது ஏதோ ஒரு மிருகத்திலிருந்து தான் மனிதன் உருவானான் என்று சொல்லுகிறான். മൃഗമല്ല, പാറ്റായും പിന്നെ അതുപോലെയുള്ള കൊഞ്ച്, ശംഖ്, ഇങ്ങനെ എഴഞ്ഞു നടക്കുന്ന ജന്തുക്കൾ പുരോഗമിച്ചുണ്ടായതെന്നാണ് പറയുന്നത്. மிக சிறிய ஜந்துக்களாய் இருக்கிறதான ஊரும் பிராணிகளிலிருந்து இவ்விதமாய் மனிதன் முன்னேறி உண்டானான் என்று சொல்லுகிறார். ഒരിക്കലും അത് തെളിയിക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. இதை உறுதிப்படுத்த மனிதனால் கூடவில்லை. എങ്കിലും അവന് തന്നിഷ്ടമായി നടക്കണം. ஆனால் அவன் சொந்த விருப்பப்படி நடக்க வேண்டும். ഒരു നിയന്ത്രിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ അനുസരിക്കുക. അതിന് മനസ്സില്ലാത്തതിനാല്, தனக்கு மேலே ஒருவர் இருக்கிறார் என்று சொல்வோமானால் அவர் கீழ்ப்படிய வேண்டுமே, அதற்கு அவன் மனதில்லாதபடியால் അതിന് പകരമായി ഉണ്ടാക്കിയ ഡ്യൂപ്ലിക്കേറ്റ് തന്ത്രമാണ് അങ്ങനെ പരിണാമവാദം എന്ന് പറയുന്നത്. அதற்கு பதிலாக அவனே ഉണ്ടാക്കി கொண்டதான ஒரு தத்துவம் தான் பரிணாம வளர்ச்சி என்று சொல்வது. ദൈവത്തിന് സ്തോത്രം. ஸ்தோத்திரம். എന്നാൽ നാം അതിനിടയ്ക്ക് ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ஆனால் அவர்கள் மத்தியில் இருக்கிற நாமோ ஜீவனுள்ள தேவன் மேல் விசுவாசம் வைக்கும்படி பாக்கியம் பெற்றோம். നാം ദൈവത്തെ കണ്ടുപിടിച്ചതല്ല, നാം ദൈവനെ കണ്ടുപിടിത്തതല്ല. അനാദിയും ശാശ്വതമായ ദൈവം നമ്മെ സൃഷ്ടിച്ചു. അനാദിയായ നിത്യവാസിയായ இருக்கிற தேவன் നമ്മை ഉണ്ടാക്കിனார். ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. എന്നാൽ രണ്ട് കാരണങ്ങളാൽ അത് എല്ലാം തിരിഞ്ഞുപോയി. ஆனால் இரண்டு வேறு காரணங்களினாலே இவைகள் ஒரு குழப்பங்களாய் மாறி இருக்கிறது. ഒന്ന്, സർവ്വഭൂതലത്തെയും തെറ്റിക്കുന്ന പിശാച് നിമിത്തം. ஒன்று, சர்வ பூமியில் உள்ள சகல மனுஷரையும் தவறாக நடத்துகிற சாத்தான். അവന്റെ പേരെന്ന് പറഞ്ഞാൽ സകല ഭൂതലത്തെയും ചുറ്റിക്കുന്ന അല്ലെങ്കിൽ കറക്കിക്കളയുന്ന ആളെന്നാണ് അവന്റെ പേര്. அவனுக்கு இருக்கிறதான பெயரே பூமியில் உள்ள சகல காரியங்களையும் கலக்கி விடுகிறவன், தவறாக நடத்துகிறவன். ഭൂമിയെ നോക്കുമ്പോൾ അത്
ആകാശഭൂമി ജന്തു മണ്ഡലങ്ങളെല്ലാം നോക്കുമ്പോൾ, வானமும் பூமியும் சகல மண்டலங்களையும் கண்ணோக்கும் பொழுது അതിന് കോസ്മോസ് എന്നാണ് പേര്. அதற்கு பெயர் காஸ்மோஸ் என்று சொல்லுகிறார். ഈ പിശാച് എല്ലാത്തിനെയും തെറ്റിക്കുന്നതിനാല്, ஆனால் பிசாசு இவர்களை தவறாய் நடத்துகிறபடியால் അവനൊരു പേരുണ്ട്, കോസ്മോക്രാറ്റോഫസ്. காஸ்மோகிராப்டோபஸ் என்கிறதான பெயர் அவனுக்கு இடப்பட்டது. എന്ന് പറഞ്ഞാൽ സകല ഭൂമിയെയും കലക്കുന്നവൻ, பூமி முழுவதையும் கலக்கி விடுகிறவன், നല്ല അറേഞ്ച്മെന്റ്സിൽ പോകുന്നതിന് തെറ്റിച്ചു വിടുന്നവൻ എന്നാണ് അവന്റെ പേര്. செவ்வையாய் நடக்கிற மனிதனை வழி தவறச் செய்கிறவன். അപ്പൊ അങ്ങനെ അവന് മൂലം ഈ ഭൂമിക്ക് മനുഷ്യന് ഇങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടായി. அவன் மூலமாக, அந்த சாத்தான் மூலமாக பூமியில் உள்ள மனிதனுக்கு இந்த கஷ்டங்கள் நேரிட்டது. രണ്ടാമത് ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, இரண்டாவது தேவன் மனிதனுக்கு கொடுத்த பெரிய ஆசீர்வாதம் என்று சொல்வது, നന്മയും തിന്മയും തെരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കഴിവ് മനുഷ്യന് കൊടുത്തു. நன்மையோ தீமையோ அவன் தானே சுயமாய் தெரிந்து கொள்ளக்கூடியதான ஒரு திறமை அவனுக்குள் தந்திருந்தார். തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു അധികാരവും കഴിവും മനുഷ്യന് കൊടുത്തു. தெரிந்தெடுக்கக்கூடியதான அறிவை, அதுதான் உரிமையை மனிதனுக்கு தந்திருந்தார். അത് മനുഷ്യനിൽ നിന്ന് ദൈവം പിൻവലിക്കുകയാണെങ്കിൽ, அது மனிதனிடத்திலிருந்து எடுத்து போட்டால் മനുഷ്യൻ ഒരു പാവ പോലോ ഒരു മൃഗം ഒരു ജന്തു പോലെയോ ഉള്ളൂ. சாதாரண ஒரு மிருகம் போல் அவன் ஆகி போவான். നന്മ ചെയ്യാനും കഴിയും, തിന്മ ചെയ്യാനും കഴിയും. நன்மை செய்ய முடியும், அதே சமயத்தில் தீமை செய்ய முடியும். സമാധാനമായിരിക്കാനും കഴിയും, കുഴപ്പമുണ്ടാക്കാനും കഴിയും. சமாதானமாய் இருக்க முடியும், சண்டையிடவும் முடியும். നേരായ പാതയിൽ പോകാൻ കഴിയും, വളഞ്ഞു വഴി പോകാൻ കഴിയും. நேராகவும் செல்ல முடியும், கோணலாய் செல்ல முடியும். ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചെങ്കിലും மனிதனை தேவன் செம்மையுள்ளவனாய் உண்டாக்கியிருந்தும் അവന്റെ ആ തീരുമാനം എടുക്കാനുള്ള കഴിവ് അവൻ ദുരുപയോഗപ്പെടുത്തിയതിനാല് அவன் தெரிந்து கொள்ளுகிறதான் அந்த உரிமையை துஷ்பிரயோகம் செய்தபடியால் ഇവൻ ഈ കലക്കുന്ന പിശാചിന്റെ കയ്യിൽ വീണുപോയി. இவன் கலக்குகிற பிசாசின் கையிலே விழுந்தான். അതെ, സകലത്തെയും ഭരിക്കുന്ന അധികാരമുള്ള പുത്രനായി സൃഷ്ടിച്ച മനുഷ്യൻ, சகலவற்றையும் ஆண்டு கொள்ளும்படிக்கு தேவனுடைய மகனாய் உண்டாக்கப்பட்ட மனிதன் പിശാചിന്റെ മകനായി, இப்பொழுது பிசாசுக்கு மகனாய், ദൈവത്തിന്റെ ശത്രുവായി, தேவனுக்கு விரோதியானான், അടിമയായി, அடிமையானான், അരിഷ്ടനായി, அவன் நிர்பந்தமுள்ளவனானான், ശപിക്കപ്പെട്ടവനായി, சபிக்கப்பட்டவனானான், രോഗിയായി, விரோதியானான், ഒരു നന്മയും ഇല്ലാതെ ஒரு நன்மையும் இல்லாதவனானான். നിലവിളിച്ചുകൊണ്ട് നടക്കാൻ. இப்பொழுது கூக்குரலிட்டு கொண்டு நடக்கிறான். മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ്. இதுதான் மனிதனுடைய நிலவரம். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ആ ஸ்தோத்திரம். മനുഷ്യനെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് அந்த மறுபடியும் மீண்டுமாய் திரும்ப பெறும்படி സർവശക്തനായ ദൈവം ഒരു പദ്ധതി ഉണ്ടാക്കിയത്. சர்வ வல்லமையுள்ள தேவன் ஒரு நோக்க திட்டத்தை உண்டாக்கினார். കർത്താവിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். ഇന്ന് മനുഷ്യജാതിയെ നോക്കിയാൽ, இந்த മനുകുലത്തെ കണ്ടാൽ അതിൽ നിന്ന് കരകയറാൻ, മനുഷ്യന്റെ ആ കുഴപ്പങ്ങളിൽ നിന്ന് കരകയറാനുള്ള ആലോചനയായിട്ടാണ് തിരുവചനത്തിൽ നാം കാണുന്നത്. மனிதனுக்கு உண்டாகிறதான பிரச்சனைகளிலிருந்து அவனுடைய கரையேறி செல்லும்படி, விடுதலை பெறும்படியான ஒரு மார்க்கமாகத்தான் வேதத்தை காண்கிறோம். അതുകൊണ്ടാണ് ഇതിനെ ദൈവത്തിന്റെ മുഴു ആലോചന എന്ന് പറയുന്നത്. ஆகவேதான் வேதாகமத்தை தேவனுடைய முழு ஆலோசனை என்று சொல்கிறோம். അത് മൂലമായിട്ട് ജീവനുള്ള ദൈവം ആരാണെന്ന് ഇതിനകത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. இவைகள் படிப்பதினாலே, வேதத்தை படிப்பதினாலே ஜீவனுள்ள தேவன் யார் என்று விளங்கிக் கொள்கிறோம். മനുഷ്യൻ എങ്ങനെയാണ് ഉരുവായെന്ന് എഴുതിയിട്ടുണ്ട്. மனிதனுடைய சிருஷ்டிப்பு எவ்விதம் என்று விளங்கிக் கொள்கிறோம். ജീവിച്ചാലും അതിന്റെ നല്ല ഫലത്തെ കുറിച്ച് പറയുന്നുണ്ട്. அவன் ஜீவிக்க வேண்டிய நல் ஜீவியத்தையும் பலத்தையும் படிக்கிறோம். മറുത്ത് മത്സരിച്ചാൽ വാളിനിരയായി തീരും, ശിക്ഷയിൽ വരുമെന്ന് അതും പറഞ്ഞിട്ടുണ്ട്. எதிர்த்திருந்தாலோ பட்டயத்துக்கு இரையாவான் என்றும் எழுதப்பட்டிருக்கிறது. ദൈവത്തിന് സ്തോത്രം. ஸ்தோத்திரம். മനുഷ്യജാതിയുടെ ഒരു ചരിത്രമാണ് വേദപുസ്തകം. மனித குலத்தின் சரித்திரமே வேதாகமம். ദൈവത്തിന്റെ ചരിത്രം, മനുഷ്യജാതിയുടെ ചരിത്രമെല്ലാം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. தேவனுடைய சரித்திரத்தையும் மனிதனுடைய சரித்திரத்தையும் இதிலிருந்து விளங்கிக் கொள்ளலாம். ദൈവത്തിന് സ്തോത്രം. ஸ்தோத்திரம். അങ്ങനെ മനുഷ്യൻ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചു. இவ்விதமாய் மனிதனை பூமியில் தேவன் ഉണ്ടാക്കി வைத்தார். വേദപുസ്തകം പറയുന്നു, ഒരു രക്തത്തിൽ നിന്നും മനുഷ്യജാതിയെ മുഴുവനും ഉളവാക്കി. ஒரு ரத்தத்திலிருந்து மனுக்குலத்தை முழுவதும் உண்டாக்கினார் என்று வேதம் சொல்கிறது. Out of one blood he has created all men on the face of the earth. ஒரு மனிதன் ஒரே ரத்தத்திலிருந்து மனிதனை மண்ணுக்குள்ள முழுவதையும் உலகத்தில் சிருஷ்டித்தார். ജാതി 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 എന്ന് പറഞ്ഞ് മനുഷ്യൻ അങ്ങ് പിരിഞ്ഞ് ചണ്ടയിട്ട് പോവുകയാണ്. ஆனால் மனிதனோ இன்றைக்கு ஜாதி ஜாதி என்று சொல்லி பிரிந்து பிரிந்து போகிறார். തമ്മിൽ ഒരിക്കലും ബന്ധമില്ലാത്ത പോലെയാണ് അവരുടെ പെരുമാറ്റം. இப்பொழுது ஒருவரோடு ஒருவர் எந்த விதத்திலும் ஐக்கியம் இல்லாதவர்கள் போல் செயல்படுகிறார்கள். എന്നാൽ ദൈവം ഒരു മനുഷ്യന്റെ ബ്ലഡ് പരിശോധിക്കാമെങ്കിൽ, ஆனால் மனிதனுடைய ரத்தத்தை பரிசோதிப்போமானால் എല്ലാവരുടെയും ഒരേ രക്തമാണ്. எல்லாருடைய ரத்தமும் ஒன்றே. അത് പറയുന്നു, സർവശക്തനായ ദൈവം ഒരേ രക്തത്തിൽ നിന്നും സൃഷ്ടിച്ചുവെന്ന്. அந்த சோதனை சொல்லிக் கொடுக்கிறதான சத்தியம் என்னவென்றால், சர்வமுள்ள தேவன் மனுக்குலத்தை முழுவதும் ஒரே ரத்தத்திலிருந்து உண்டாக்கினார்.
നിറം കൊണ്ട് മാത്രമല്ല, നിറത്തിനാൽ മാത്രമല്ല, ആ ജന്തുക്കളുടെയും നിറം, രക്തത്തിന്റെ നിറം ചുവപ്പാണ്, மிருகத்தினுடைய இரத்தத்தின் நிறம் சிவப்பு தான். പക്ഷെ അങ്ങനല്ല, അതിന്റെ ഘടന നോക്കിയാൽ, ஆனால் அது ஆய்ந்து பார்த்தால், നമ്മള് ഓമനിച്ച് വളർത്തുന്ന ജന്തുക്കളുണ്ടല്ലോ, വീട്ടിൽ വളർക്കുന്നതാണ് പ്രാണികൾ இருக்கிறதே, രക്തം കുറവാണെന്നില്ല ആടിന്റെയോ മറ്റേതെങ്കിലും ജന്തുവിന്റെ 100 മില്ലി രക്തം മനുഷ്യനിൽ കൊടുത്താൽ, மனிதனுக்கு ரத்தம் குறைவாக இருக்கிறது என்று சொல்லி ஏதாயில் ஒரு மிருகம் ஒரு ஆட்டின் ரத்தம் எடுத்து மனிதனுக்கு கொடுப்போமானால் 1 മിനിറ്റിലധികം ജീവനോടിരിക്കല്ലോ, ഉടനെ പോയിസൺ വന്നു, അപ്പോഴേ ആള് മരിക്കും. 1 மணி நேரம் கூட உயிரோடு இருக்க மாட்டான், பாய்சனாய் அவன் செத்து போவான். ലോകത്തിലുള്ള ഒരു ജന്തുവിന്റെയും ബ്ലഡ് മനുഷ്യന് ചേരുകയില്ല. உலகத்தில் எந்த மிருகத்தின் ரத்தம் மனிதனுக்கு சேராது. എന്നാൽ ജാതി എന്ന് പറഞ്ഞ് അടിച്ചിറക്കിയായ ആ താണു നിലവാരത്തിലുള്ള മനുഷ്യന്റെ രക്തം എടുത്താൽ ഉയർന്ന ജാതിപ്പെട്ടവന് ജീവൻ നിലനിർത്താൻ കഴിയും. ஆனால் மனிதன் வேறு பிரிக்கிறானே, உயர் ஜாதி கீழ் ஜாதி என்று. அந்த கீழ் ஜாதி இருக்கிறவருடைய ரத்தத்தை எடுத்து உயர் ஜாதி இருக்கிறவனுக்கு கொடுத்தாலும் அது அவனுக்கு பொருந்தும். ദൈവത്തിന് മുമ്പാകെ, தேவனுக்கு முன்பாக ഈ സകല മനുഷ്യരും മക്കളെന്നാണ് ദൈവം വിളിക്കുന്നത്. எல்லா மனுஷரையும் பிள்ளைகள் என்று, மக்கள் என்று சொல்கிறார். കീഴ് ജാതിന്ന് മേൽ ജാതിന്ന് വ്യത്യസ്ത ജാതി എന്ന് പറഞ്ഞ് സണ്ടയിടുന്നത് പിശാചി ചെയ്യുന്ന വേലയാണ്. மேல் ஜாதி, கீழ் ஜாதி, உயர் ஜாதி, தாழ்ந்த ஜாதி என்று சண்டையிடுவதெல்லாம் பிசாசினுடைய கிரியை. ഈ മനുഷ്യരെ നോക്കിയിട്ട് இந்த மனுஷரை கண்டு മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരെന്നാണ് പറയുന്നത്. பிள்ளைகள் மாம்சமும் ரத்தம் உடையவர்களாக இருக்கிறார்கள். അത് ഹിന്ദുവോ മുസ്ലിമോ തീവ്രവാദി ആരും ആയിക്കൊള്ളട്ടെ, இந்துவா இருக்கலாம், முஸ்லிமா இருக்கலாம், ஒரு பயங்கர தீவிரவாதியா இருக்கலாம், അവരെ മക്കളെന്നാണ് വിളിക്കുന്നത്. அவர்கள் எல்லாரையும் ஆண்டவர் பிள்ளைகள் என்று சொல்கிறார். ദൈവം അവർക്കെല്ലാവർക്കും പിതാവാണ്, எல்லாருக்கும் ஆண்டவர் தகப்பனாயிருக்கிறார். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். ഇത് മനസ്സിലാക്കാനായിട്ട് കർത്താവ് ആ തിരുവചനത്തിലൂടെ മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്. இது மனிதனுக்கு சொல்லிக் கொடுக்கும்படி, புரிய வைக்கும்படியாக தான் வேதாகமத்திலூடாய் இடைப்படுகிறார். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். ജാതി വ്യത്യാസം, ഭാഷ വ്യത്യാസം, വർഗം, വർണ്ണം, കുലം, ഇതാണ് മനുഷ്യന് വലിയ തലവേദന ഉണ്ടാക്കുന്നത്. மனிதன் இன்றைக்கு ஜாதி, பாஷை, நிறம், இனம் வித்தியாசங்களால் பிரச்சனை உண்டாக்குகிறார். എന്നാൽ ദൈവത്തിന്റെ പ്ലാൻ ഇവരെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരികയെന്നുള്ളത്. ஆனால் தேவனுடைய திட்டமோ எல்லாரையும் ஒன்றாக்க வேண்டும். ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബവും വംശവും നോക്കിയാൽ, இங்க இருக்கிற ஒவ்வொருடைய குடும்பத்தை, வம்சத்தை கண்க பார்ப்போமானால் എത്രയോ ജാതി തമ്മിൽ സഹകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആളുകളാണ്. ஒருவருக்கொருவர் உதவி செய்ய முடியாதபடி பிரிந்திருக்கிறதான பல ஜாதிகள் உண்டு. എന്നാൽ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ പ്രവൃത്തിയുമാണ് നമ്മെ എല്ലാവരും ഒന്നാക്കിക്കൊണ്ടത്. ஆனால் தேவனுடைய அன்பும் தேவனுடைய கிரியை தான் நம்ம எல்லாரையும் ஒன்றாக்கி இருக்கிறது. സഹോദര സഹോദരി എന്ന് വിളിക്കാൻ തക്കവണ്ണം അത് ദൈവം നമുക്ക് ഭാഗ്യം തന്നു. சகோதரனே, சகோதரியே என்று அழைக்கும்படி தேவன் ஒரு பாக்கியம் தந்திருக்கிறார். ഭൂതപ്രേതങ്ങളെ വണങ്ങിക്കൊണ്ടിരുന്നവരാണ് നാം. நாம் எல்லாரும் ஒரு காலத்திலே பேய் பிசாசில் வணங்கிக் கொண்டிருந்தோம். എന്നാൽ ആ ദൈവമാണ് നമ്മെ എല്ലാം വിടുവിച്ചുകൊണ്ടെന്ന് ഒന്നാക്കി തീർന്നു. ஆனால் தேவன் அவையிலிருந்தெல்லாம் நம்மை விடுதலையாக்கி ஒன்றாக்கினார். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം, நம்முடைய பூர்வ பிதாவாய் ஆபிரகாம், അത് താൻ വിഗ്രഹാരാധിയായിരിക്കുമ്പോൾ அவன் விக்கிரக ஆராதனைக்காரனாய் இருந்தபோது തേജോമയനായ ദൈവം അബ്രഹാമിനെ സന്ദർശിച്ചു. மகிமையின் தேவன் அவனை சந்தித்தார். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். അവനോട് ദൈവം ഇടപെട്ട്, அவனிடத்தில் தேவன் இடைப்பட்டு, മക്കളില്ലായിരുന്നവന് മക്കളെ കൊടുത്ത്, பிள்ளைகள் இல்லாதவனுக்கு பிள்ளையை தந்து, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം അവന് കൊടുത്ത്, தேவனுடைய வாக்கு தத்தங்களை எல்லாம் தந்து അനുഗ്രഹിക്കാനായിട്ട് ദൈവം അവരെ വിളിക്കുകയാണ് ചെയ്തത്. ஆசீர்வதிக்கும்படி அவர்களை அழைத்தார். അതാണ് നാം കുറിവാക്യത്തിൽ വായിച്ചത്. அதுதான் அந்த முதலாவது வசனத்தில் வாசித்தோம். ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന്. உன் சந்ததியினாலே பூமியுள்ள வம்சங்கள் எல்லாம் ஆசீர்வதிக்கப்படும் என்று ദൈവം അബ്രഹാമിനോട് അരുളി, தேவன் ஆபிரகாமுக்கு சொல்லி, പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും நம்முடைய முன்னோர்களோடு பண்ணின உடன்படிக்கைக்கு പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങളെന്നാണ് പറയുന്നത്. தீர்க்கதரிசிகளுக்கும் புத்திரராயிருக்கிறீர்கள். ദൈവത്തിന്റെ സ്തോത്രം. ஸ்தோத்திரம். ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ്? இங்க இருக்கிற ஒவ்வொருவரை நோக்கி கர்த்தருடைய வசனம் என்ன சொல்லுகிறது? തേജോമയനായ ദൈവം നമ്മുടെ പിതാവ്, மகிமையின் தேவன் தான் நம்முடைய தகப்பன். താനാണ് നമ്മെ സൃഷ്ടിച്ചത്. நம்மை அவருக்கென்று உண்டாக்கினார். അതിന്റെ തെളിവെന്താണെന്ന് അറിയണമെങ്കിൽ அதனுடைய உறுதி என்ன? നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം മുഖത്തേക്ക് നോക്കുക. நீங்கள் கண்ணாடி முன்பாக நின்று உங்கள் முகத்தை பாருங்கள். കുറച്ചു നേരം നിങ്ങളുടെ സ്വന്തം മുഖത്തേക്ക് നോക്കിയാൽ, உங்களுடைய முகத்தை நீங்கள் உற்று பார்ப்பீர்களானால், ചിലര് ഗണപതിയെ സേവിച്ചിട്ട് വന്നവരാണ്. சிலர் கணபதியை வழிபட்டு வந்தவர்கள். തുമ്പിക്കൈയോ തേറ്റോ മുഖത്ത് കാണാനുണ്ടോ? உங்களோட முகத்தில் ஏதாவது தும்பிக்கை தெரிகிறதா? തുമ്പിക്കൈയുണ്ടോ? തേറ്റയുണ്ടോ? தும்பிக்கையோ அந்த தந்தமோ இருக்கிறதா? ഇല്ല. இல்லை.
നിങ്ങൾ ശബ്ദമിടുകയാണെങ്കിൽ நீங்கள் சத்தத்தை புறப்படுவித்தால் നിങ്ങളുടെ ശബ്ദം സ്പെഷ്യലാണ്. உங்களுடைய சத்தம் ஒரு விசேஷமான. നിങ്ങൾ എവിടെയെങ്കിലും തൊട്ടാൽ ആ വിരലടയാളം ഭൂമിയിൽ ഇതുപോലെ ഒരു വ്യക്തി ഇല്ല. நீங்கள் எங்கா தொடுவீர்களானால் உங்களுடைய இம்ப்ரெஷன் வேறெங்கும் இல்லை. ഓരോ വ്യക്തികളും അവരുടേതായ ഒരു മണമുണ്ട്. எல்லாருக்கும் அவரவருக்கு ஒரு மனம் இருக்கிறது. ഒരാൾ ഒളിച്ചുപോയി 1,00,000 പേരുടെ ഇടയിൽ എവിടെയെങ്കിലും പോയിരുന്നാൽ 1,00,000 பேர் கூட்டத்தின் மத்தியில் ஒருவர் ஒளிந்திருந்தாலும் ഒരു നായെ വിട്ടാൽ 5 മിനിറ്റിനുള്ളിൽ കടിച്ചു പിടിച്ചോണ്ട് വരും നിങ്ങളെ. ஒரு நாயை விடுவோமானால் அது சரியாய் மணந்து உங்களை அங்கிருந்து கடித்து கொண்டு வந்துவிடும். മണം പിടിച്ചുകൊണ്ട് അത് വന്ന് പിടിച്ചു പൊക്കിക്കൊണ്ടുവരും. மனம் பிடித்து அது கரெக்டா உங்களை கண்டுபிடிக்கும். നിങ്ങളുടെ മണം നിങ്ങളുടെ തന്നെയാണ്. உங்களுக்கு எந்த தனி மனம் உண்டு. നിങ്ങളുടെ ഒരു നോട്ടം ഫോട്ടോ എടുത്താൽ അതുപോലെ ഒരു നോട്ടം വേറെ ആർക്കും. நீங்கள் ஒரு பார்வை பார்த்து அதை ஒரு போட்டோ பிடித்தால் அது உங்களுக்கே சொந்தமானது, வேறொருவருக்கு എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്പെഷ്യൽ വ്യക്തിയാണ്. இதை சொல்லும் பொழுது நீங்க நாம ஒரு தனித்துவம் வாய்ந்தவர்கள். എവിടുന്ന് വന്നോ ഇങ്ങനെ ഒരു സ്പെഷ്യൽ മുഖഭാവം? எங்கிருந்து இந்த விசேஷமான தோற்றம் கிடைத்தது? അത് നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് തന്നു. அது നമ്മുടെ പരമപിതാ നമുക്ക് തന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാദൃശ്യം മനുഷ്യനെ സൃഷ്ടിച്ചു. விதமாக தேவனுடைய சாயலாக ரூபத்தின்படி மனிதன் உண்டாக்கப்பட்டான். കർത്താവിന്റെ സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். എന്നാൽ മനുഷ്യൻ തന്നിഷ്ടമായി നടക്കണം. மனிதன் தன்னிச்சையாய் நடக்க வேண்டும். നിർമാർഗമായി നടക്കണം. துன்மார்க்கமாய் நடக்க வேண்டும். ആരും ചോദിക്കാൻ പാടില്ല. ஒருவர் கேள்வி கேட்கக்கூடாது. അതുകൊണ്ടാണ് அதனால்தான் അവരൊരു തന്നെ ദൈവങ്ങളെ ഉണ്ടാക്കി അതിനെ വണങ്ങുക. அவர்கள் தங்களுக்கென்று தெய்வங்களை உண்டாக்கி வணங்குகிறார்கள். ദൈവത്തിന് കൊടുത്തിരിക്കുന്ന പേര് പിതാവ് എന്നാണ്. வேதாகமத்தில் தேவனுக்கு கொடுக்கப்பட்ட பெயர் பிதா. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ എല്ലാവർക്കും അവരവരുടെ പിതാക്കന്മാർ. மாம்சத்தின்படி நமக்கு அவரவர்களுக்கு தகப்பன்மார் உண்டு. അതാണ് നമുക്ക് ടെമ്പററി അഡ്രസ് തരുന്നത്. அதுதான் தற்காலிக முகவரி கொடுக்கப்படுகிறது. ഇന്നാരുടെ മകനോ മകളോ എന്ന് പറയുന്നുണ്ട്. இன்னவருடைய மகன் மகள். അമ്മയുടെ അഡ്രസ് കൊടുത്താൽ അത് സ്വീകരിക്കുകയില്ല. അമ്മയുടെ വിലാസം കൊടുത്താൽ ഏറ്റുകൊള്ള മാട്ടാர்கள். അച്ഛന്റെ അഡ്രസ് തന്നെ വേണം. തകപ്പനുடைய വിലാസം വേണ്ടും. അച്ഛനിൽ നിന്ന് അച്ഛനിലേക്ക്, അച്ഛനിൽ നിന്ന് അച്ഛനിലേക്ക്, ഇങ്ങനെയാണ് ആ വംശം വരുന്നത്. തകപ്പനിലിருந்து അവருடைய തകപ്പൻ എன்ற വംശ വരലാറ് വരുகிறது. ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്താൽ DNA ടെസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരു ഹൈവേ പോലെ വരും നമ്മുടെ ജീവിതത്തിൽ നിന്ന്. ഇങ്ങനെ നമ്മുടെ രക്തത്തെ എടുത്ത് പരിശോധിத்து பார்த்தால் அதுவும் இது போலதான் ஒரு பெரும்பாதையாய் வந்து கொண்டிருக்கிறது. ദൈവത്തിന് സ്തോത്രം. അത് പോയി ആദ്യം സൃഷ്ടിച്ചത് മനുഷ്യന്റെ അടുക്കൽ നിന്ന് ദൈവത്തിലോട് കണക്ട് ആവും. இவ்விதமாகவே அது தொடர்ந்து போய் முதலாவது சிருஷ்டித்த மனிதனுக்கும் பின்பு தெய்வத்துக்கும் அது தொடர்பு கொண்டு. ഹൈവേ കുരങ്ങുമില്ല, പാമ്പുമില്ല, വഴുതാരമില്ല. இந்த பெரும்பாதையிலே பாம்போ குரங்கோ ஒன்று வேறொன்றும் இல்லை. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് இதுதான் மனிதனுடைய வரலாறு. ഒരു ജന്തുക്കൾക്ക് അതുപോലെ ഒരു ഹിസ്റ്ററി ഇല്ല. வேற ஒரு மிருகத்துக்கு இப்படி ஒரு சரித்திரம் இல்லை. നാം കൈകൊണ്ട് ഉണ്ടാക്കി അതിനെ വണങ്ങിയാൽ അത് എന്താ വഷളത്വം എന്നാണ് പറയുന്നത്. இது கைகளினால் உண்டாக்கப்பட்ட தெய்வத்தை வணங்கி அது கேடு உள்ளது என்று வேதம் சொல்லுகிறது. ദൈവത്തിന് സ്തോത്രം. നമ്മെ സൃഷ്ടിച്ച പിതാവ് എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മை உண்டாக்கின பிதா என்ன விரும்புகிறார்? അവർ വർദ്ധിച്ച് ഭൂമിയിൽ വന്നപ്പോൾ, மனிதன் பெருகி பூமியில் வந்த பொழுது രണ്ടുപേരും തമ്മിൽ ഒന്നും ചേരുകയില്ല. 2 பேர் சேர்ந்திருக்க முடியாது. ഞാൻ പേരുള്ള ആളാണ്, എനിക്ക് യാദവ് എന്ന് പറഞ്ഞ യാദവിന്റെ ഒരു വംശം. நான் இன்ன பெயருள்ளவன் என்று சொல்லி யாதவ் என்று சொல்லி அவர்கள் தனியாய் ஒரு ஜாதியாய் பிரிக்கிறார்கள். അവിടെ ഒരു ഗണേശ് എന്ന് പറഞ്ഞ വേറൊരു വംശമുണ്ട്. கணேசன் என்று சொல்லி வேறொரு கூட்டம். ഇത് 2 വംശമാണെന്നാണ് പറയുന്നത്. இப்படி 2 கூட்டம் என்று சொல்லுகிறார்கள். അത് മനുഷ്യനുണ്ടാക്കിയതാണ്. இதெல்லாம் மனிதன் உண்டாக்கினது. ദൈവസന്നിധി വരുമ്പോൾ മക്കൾ എന്നാണ് പറയുന്നത്. தேவசமூகத்தில் வரும்போது பிள்ளைகள் என்கிறார். കഴിഞ്ഞ വേദപുസ്തകത്തിൽ പറയുന്നു, வேதாகமத்தில் பார்க்கிறோம், കഴിഞ്ഞ കാലങ്ങളിൽ கடந்த நாட்களில் ദൈവം സകല ജാതികളെയും ஆண்டவர் சகல ஜாதிகளையும் സ്വന്തം വഴികളിൽ നടപ്പാൻ അനുവദിച്ചു. அவரவருடைய வழிகளில் நடக்கும்படி அனுமதித்திருந்தார். அவரவர்கள் தங்கள் வழியில் நடக்கும்படி விட்டிருந்தார். സഫാഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? இப்படி அது அவர் அனுமதித்தார் என்று சொல்லப்படுகிறது. ജീവൻ കൊടുത്ത് സൃഷ്ടിച്ച പിതാവ് സങ്കടപ്പെട്ട് വേദനയോടെ കണ്ടുകൊണ്ടിരിക്കുക. அவர்களுடைய வழிகளில் அவர்கள் நடக்கிறதை பார்த்து ஜீவன் கொடுத்ததான தகப்பனார் இவளை கண்டு அவர் வருத்தப்பட்டு கொண்டிருந்தார். ദീർഘക്ഷമയോടെ ഞരങ്ങിക്കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു നാൾ മടക്കി കൊണ്ടുവരാമെന്നുള്ള ചിന്തയോടുകൂടിയാണ് ദൈവം സഹിച്ചത്. நீடிய பொறுமையோடு கூட ஏதாயிலும் ஒரு நாள் திரும்ப வருவார்கள் என்று அவர் அது காத்துக் கொண்டிருந்தார். അതാണ് തീവ്രവാദിക്കും ദുർമാർഗനും കുഴപ്പമുണ്ടാക്കുന്നവനും എല്ലാം ഒരേപോലെ മഴ കൊടുക്കുന്നതിന് കാര്യം. ஆகவேதான் துன்மார்க்கனாயிருந்தாலும் தீவிரவாதியாயிருந்தாலும் எல்லாருக்கும் ஆண்டவர் மழை கொடுக்க காரணம் இதுதான்.
മഴ പെയ്തില്ലെങ്കിൽ കഴുതയെ കല്യാണം കഴിപ്പിച്ചുവിട്ട് അങ്ങനെ അതിൽ നിന്ന് മഴ കിട്ടുമെന്നാണ് ആളുകൾ പറഞ്ഞു പഠിക്കുന്നത്. இன்றைக்கு மழை இல்லாவிட்டால் கழுதையோடு விவாகம் செய்து அந்த சடங்கு செய்தால் மழை வரும் என்று சொல்லுகிறார்கள். തവളകളെ പിടിച്ച് കല്യാണം കഴിപ്പിക്കും, தவளைகளை பிடித்து கல்யாணம் செய்து வைக்கிறார்கள், കഴുതകളെ കല്യാണം കഴിപ്പിക്കും, கழுதைகளுக்கு விவாகம் செய்து வைக்கிறார்கள். അപ്പൊ അത് ஏதோ പുണ്യം കൊണ്ട് മഴ കിട്ടുന്നതാണ് പറയുന്നത്. அது அப்படி செய்கிறதினால் மழை கிடைக்கும் என்கிறார்கள். ഇത്രത്തോളം അബദ്ധം എന്ന് പറയുന്നത് ലോകത്ത് വേറെ ഒന്നുമില്ല. இது எவ்வளவு கேடான ஒரு காரியமாயிருக்கிறது. ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? வேதம் என்ன சொல்லுகிறது? സകല ജാതികളെയും തങ്ങളുടെ ഇഷ്ടത്തിന് പോകാൻ ദൈവം അനുവദിച്ചു. அவரவர் தங்கள் வழியிலே நடக்கும்படிக்கு தேவன் அதை விட்டுவிட்டிருந்தார். അവർക്ക് മഴ കൊടുത്തു, அவர்கள் மழையை தந்தார், ഫലപുഷ്ടിയുള്ള കാലങ്ങൾ കൊടുത്തു, நல்ல செழிப்பான காலங்களை தந்தார், ഹൃദയ സന്തോഷം കൊടുത്തു, ഹൃദയത്തിൽ സന്തോഷം തந்தார். ഇങ്ങനെ ജീവനുള്ള ദൈവം തന്നെ കുറിച്ച് തന്നെ ഒരു അറിവ് അവർക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. ജീവനുള്ള தேவன் தம்மை குறித்ததான ஒரு அறிவை அவர் தந்து கொண்டிருந்தார். ദൈവത്തിന്റെ സമയം വന്നപ്പോൾ അവരോട് പറയാണ്, தேவனுடைய வேளை வந்தபோது சொன்னார், സഹോദരന്മാരെ, നിങ്ങൾ എന്താ ഈ വ്യർത്ഥ കാര്യങ്ങൾ ചെയ്യുന്നത്? സഹോദരர்களே, நீங்கள் ஏன் இந்த வீணான காரியங்களை செய்கிறீர்கள்? നിങ്ങൾ ഈ വിഗ്രഹത്തെ വണങ്ങുന്നത്, മനുഷ്യനെ പൂജിക്കുകയൊക്കെ എന്തിനെ? விக்கிரகத்தை வணங்கி மனிதனை பூஜிக்கிறீர்கள், எதற்காக? ഇവയെല്ലാം വിട്ടാകുന്ന இவைகளை விட்டுவிட்டு ജീവനുള്ള ദൈവത്തെങ്കിലും തിരിയണമെന്നുള്ള ஜீவனுள்ள தேவனிடத்தில் திரும்ப வேண்டும் என்று സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. அந்த சுவிசேஷத்தை உங்களிடத்தில் நாங்கள் சொல்லுகிறோம். ദൈവത്തിന് സ്തോത്രം. ஸ்தோத்திரம். മനുഷ്യജാതിയുടെ ഇന്നത്തെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം എന്താണ്? மனித குலத்தின் சகல பிரச்சனைகளுக்கு பரிகாரம் தான் என்ன? ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, தேவனிடத்தில் திரும்ப வர வேண்டும். വേദപുസ്തകം ദൈവത്തിന്റെയും മനുഷ്യന്റെയും പുസ്തകമാണ്. வேதாகம் என்று சொல்லுகிறது தேவனுடைய மனிதனுடைய புஸ்தகம். ഇത് അനുഗ്രഹത്തിന്റെ പുസ്തകമാണ്, ஆசீர்வாதத்தின் புஸ்தகம். നിങ്ങൾക്കറിയാം, ഈ പുസ്തകത്തിന്റെ നടുവിൽ ഒരു ചെറിയ പുസ്തകമുണ്ട്. இந்த புஸ்தகத்தின் நடுவே சிறிய புஸ்தகம் உண்டு. അതിനെന്താ പേരെന്നറിയാമോ? அதற்கு பேர் என்ன? വിലാപങ്ങളുടെ പുസ്തകം. புலம்பலின் புஸ்தகம். വിലാപങ്ങളുടെ പുസ്തകം. புலம்பலின் புஸ்தகம். അതിനകത്തൊരു പ്രത്യേക വാക്യമുണ്ട്. അതിലെ ചില ഒരു വിശേഷமான വാർത്തയുണ്ട്. 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, 5-ാം അധികാരം 19-ാം വചനത്തെ വാസിക്കുന്ന കർത്താവേ, ഞങ്ങളെ നിന്റെ അടുക്കിലേക്ക് മടക്കി വരുത്തണമേ. കർത്താവേ, എങ്ങളെ ഉമ്മണ്ടை திருப்பிக் கொள்ளும். ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. കർത്താവേ, പൂർവ്വ നാட்களை പോലെ നല്ല നാட்களை കാണச் ചെയ്യും. ഒന്ന് വായിച്ചത്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. ഈ നിലവിളി അല്ലെങ്കിൽ വിലാപം, இந்த கூக்குரல் அல்லது புலம்பல் ഇത് ആരുടെയാണെന്നറിയാമോ? யாருடையது? യഹൂദന്മാരുടെ നിലവിളിയാണ്. யூதருடைய கூக்குரல். അവർക്ക് രണ്ട് വിധത്തിൽ നല്ല കാലങ്ങൾ ഉണ്ടായിരുന്നു. அவர்களுக்கு ரெண்டு விதமான சிறப்பான காலம் இருந்தது. ഒന്നാമത്, എല്ലാവർക്കും ദൈവം കൊടുത്ത ഒരു നല്ല കാലം ആ തുടക്കത്തിലുണ്ടായിരുന്നു. ஆரம்பத்திலே தேவன் யாவருக்கும் கொடுத்திருந்ததான ஒரு நல்ல காலம். രണ്ടാമത്, അവർ വഴിതെറ്റി പോയിട്ട് അവരെ നേരെ കൊണ്ടുവന്നിട്ട് അവരെ അനുഗ്രഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. வழி தவறி போன அவர்களை மீண்டுமாக சீர்படுத்தி அவர்களுக்கு ஒரு நல்ல சமயத்தை தந்திருந்தார். ഈ രണ്ടും അവർ നഷ്ടപ്പെടുത്തി. இரண்டையும் அவர்கள் இழந்து விட்டார்கள். എന്ന് പറഞ്ഞാൽ ആ നിലവിളിയിൽ നിന്ന്, ആ വിലാപത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണ്? இந்த புலம்பிலிருந்து நாம் என்ன விளங்கிக் கொள்ளுகிறோம்? മനുഷ്യൻ അനുഗ്രഹിക്കുന്ന ദൈവത്തെ വിട്ട് മാറിപ്പോയി. மனிதன் ஆசீர்வதிக்கிற தேவனை விட்டு விலகி போனான். അതോടുകൂടി അവന്റെ അധപ്പതനം ആരംഭിച്ചു. அதோடுകൂടി அவருடைய கஷ்டங்கள் ஆரம்பமான. അവൻ പിശാചിന്റെ കയ്യിൽ വീണു. அவன் பிசாசின் கையில் விழுந்தான். പിശാച് സ്വതന്ത്രനായിരുന്ന അവനെ അടിമയാക്കി. சுயாதீனமுள்ளவனை பிசாசு அடிமைப்படுத்தினான். അവന്റെ ഭാഷയിൽ പറഞ്ഞാൽ മോഷ്ടിച്ചും അറുത്തും മുടിച്ചും കളഞ്ഞു. இயேசுவினுடைய பாஷையில் சொல்ல வேண்டுமானால் அவன் திருடியும் அவன் கொன்றும் அவன் அபகரித்தும் போனான். അവന്റെ ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുത്തതിനാല്, அவனுடைய வாழ்க்கையிலே பிசாசு இடமளித்தபடியால், പറയുന്നതിനും കള്ളനും അവന്റെ വീട്ടിൽ കയറി, இதோ பொய் சொல்லுகிறவன் திருடனும் அவனுடைய வீட்டில் சென்று മോഷ്ടിച്ച് അറുത്തും മുടിച്ചു കളഞ്ഞു. எல்லாவற்றையும் அவன் திருடி எல்லாவற்றையும் கொள்ளையடித்து கொண்டு போனான். അതാണ് ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. இதுதான் இன்றைய மனிதனுடைய நிலவரம். അത് നാം അറിയുന്നെങ്കിലും இதை நாம் விளங்கிக் கொண்டாலும் എത്ര പേരെ ശരിയായി ഗ്രഹിക്കുന്നു എന്ന് അറിയാൻ പാടില്ല. எத்தனை பேர் அதை சரியாக புரிந்து கொள்ளுகிறோம்? ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். യഹൂദനെ നോക്കിയാൽ അവന്റെ ചരിത്രത്തിൽ ഒരു വിലാപങ്ങളുടെ പുസ്തകമുണ്ട്. யூதனுடைய சரித்திரத்தை காணும் பொழுது ஒரு புலம்பலின் புஸ்தகம் உண்டு. പുറജാതികളും കൂടെ ആ ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്നതിനാൽ, புறஜாதிகளும் கூட தேவனுடைய சிருஷ்டிப்பா இருக்கிறபடியால் അവരുടെ ചരിത്രത്തിൽ ഒരു വിലാപമുണ്ട്. அவர்களுடைய சரித்திரத்தில் ஒரு புலம்பல் உண்டு. എന്താ അവർ നിലവിളിക്കുന്നത്? அவர்கள் என்ன சொல்லுகிறார்கள்? ഞങ്ങളെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നടത്തണമേ. எங்களை இருளிலிருந்து வெளிச்சத்துக்கு வழி நடத்தும். തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമേ. இருளிலிருந்து எங்களை வெளிச்சத்துக்கு வழி நடத்த வேண்டும். മൃത്യുമാ ജീവൻ ഗമയ എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരണം. മരണത്തിലിருந்து ജീവനുക്ക് വഴി നടത്തും. അസതോമാ സദ്ഗമയ എന്ന് പറഞ്ഞാൽ അശുദ്ധിയിൽ നിന്ന് ഞങ്ങളെ വിശുദ്ധിയിലേക്ക് നടത്തണമേ. സകല അശുദ്ധങ്ങളിൽ നിന്ന് എங்களுக்கு சுத்தத்துக்கு வழி நடத்த வேண்டும். അവർ അങ്ങനെ നിലവിളി
നിലവിളിച്ചുകൊണ്ട് നടക്കുന്നതല്ലാതെ ഇതിന് വെളിവരാൻ കഴിയുന്നില്ല. அவர்கள் இப்படி சொல்லிக் கொண்டு நடக்கிறார்கள் அல்லாமல் அதிலிருந்து பரிகாரம் கண்டுபிடிக்கிறது. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. கர்த்தருக்கு மகிமை உண்டாகட்டும். അവൻ ജാതിയും യഹൂദനും എല്ലാം ഒരുപോലെ നിലവിളിച്ചുകൊണ്ടിരിക്കുക. இப்படி யூதர்களானாலும் பிற ஜாதிகளானாலும் எல்லாரும் புலம்புகிறார்கள். മനുഷ്യജാതിയുടെ ചരിത്രത്തിന്റെ നടുവിൽ വിലാപമാണ് വരുന്നത്. மனித குல சரித்திரத்தின் மத்தியில் புலம்பல் வருகிறது. ഒരു വിടുതലിന് വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കുക. விடுதலைக்காய் மனிதன் விரும்புகிறான். അന്ധകാരത്തിൽ തപ്പി നടക്കുന്നവൻ இருளில் தப்பி நடக்கிறவன் വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. வெளிச்சத்தில் வர விரும்புகிறான். മരണത്തിന്റെ അധീനതയിലായിരിക്കുന്നവൻ ജീവനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. மரணத்துக்கு அடிமைப்பட்டிருக்கிறவன் ஜீவனுக்கு வர விரும்புகிறான். ആ തിന്മയിൽ നടക്കുന്നവൻ നന്മയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. தீமையில் நடக்கிறவன் நன்மை செய்ய வகை தேடுகிறான். പക്ഷേ നിലവിളിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നടക്കുക. ஆனால் அவர்கள் இப்படி கூக்குரலிட்டு நடந்து கொண்டே இருக்கிறார்கள். മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്നതിനാൽ, இந்த பிசாசு மனிதனை கட்டி வைத்திருப்பதினால், പറഞ്ഞ അവനെ മരണത്തിന്റെ അധികാരിയായ പിശാച്, வேதம் சொல்லுகிறது மரணத்துக்கு அதிகாரியாய் சாத்தான் മുഴു മനുഷ്യജാതിയെയും കലക്കിക്കൊണ്ടേ നടക്കും. முழு மனு குலத்தையும் கலக்கி கொண்டு நடக்கிறவன் അവൻ ബന്ധിച്ച് മരണഭയം കൊടുത്ത് അവനെ നാശത്തിലേക്ക് மனுஷரை கட்டி மரண பயிர்த்துகள் அமிழ்த்தி கொண்டிருக்கிறார். ദൈവത്തിന് സ്തോത്രം. അവൻ മഴ കൊടുക്കുന്നതിനാല്, அவன் மரணம் தருவதினால், ഹൃദയ സന്തോഷം കൊടുക്കുന്നതിനാല്, ഹൃദയം സന്തോഷം തരുവതിനാൽ, നല്ല കാലങ്ങൾ കൊടുക്കുന്നതിനാൽ, நல்ல காலம் தருவதினால், തന്നെ കുറിച്ച് സാക്ഷ്യം കൊടുത്തുകൊണ്ട്, அவரை குறித்து சாட்சி சொல்லிக்கொண்டு, ഭൂമിയുടെ ഉദയം മുതൽ അസ്തമനം വരെയും ആ ജീവനുള്ള ദൈവം ഭൂമിയെ വിളിച്ചുകൊണ്ടേയിരിക്കും. விடியற் காலம் தொடங்கி பூமி சூரியன் அஸ்தமிக்கும் வரைக்கும் ஜீவனுள்ள தேவன் மனிதனை கூப்பிட்டுக் கொண்டிருக்கிறார். സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെയും മക്കളെ മടങ്ങി വരുവീൻ. சூரியன் உதயமாகிறது தொடங்கி அது அஸ்தமிக்கிற வரைக்கும் பிள்ளைகளே திரும்பி வாருங்கள் என்று அழைக்கிறார். ദൈവത്തിന് സ്തോത്രം. ഈ ബന്ധനത്തിലും കഷ്ടത്തിലും ആയിരിക്കും മനുഷ്യൻ എന്താ പറയുന്നത്? இந்த கட்டிலும் கஷ்டத்திலும் இருக்கிற மனிதன் என்ன சொல்லுகிறான்? രട്ടിലും വെണ്ണീരിലും ഇരുന്ന് നിലവിളിക്കുക. ரட்டுடுத்தி அவன் சாம்பலில் உட்கார்ந்து புலம்புகிறான். ബന്ധനത്തിൽ ഇരുന്ന് അങ്ങനെ അവന്റെ കാലം തള്ളുക. அவன் இவ்விதமாகவே தன் நாட்டை கடத்துகிறான். ദൈവത്തിന് ஸ்தோத்திரம். എന്നാൽ സൃഷ്ടാവായ ദൈവം, சிருஷ்டிகர்த்தர், ഈ മനുഷ്യരെ എല്ലാം നോക്കിക്കൊണ്ട് இந்த மனிதர்கள் எல்லாரையும் பார்த்து വെളിയിൽ വിടുവിക്കാൻ ഒരു വഴിയുണ്ടാക്കി. அவர்கள் வெளியே வரும்படி விடுதலை பெறும்படி ஒரு மார்க்கம் உண்டாக்கினார். അതാണ് തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. அதுதான் தன்னுடைய ஒரே பேரான குமாரனை பூமியில் அனுப்பி, അവൻ സാധാരണ ഒരു മനുഷ്യന്റെ മകനായി ജനിച്ചിരുന്നെങ്കിൽ, அவன் ஒரு மனிதனுக்கு மகனாய் பிறந்திருந்தால், മനുഷ്യനെല്ലാം പാപത്തിനും പിശാചിനും കടക്കാരനായിരിക്കുന്നതിനാൽ, மனிதன் எல்லாம் பாவத்திலும் பிசாசுக்கும் அடிமையாய் இருப்பதினால், കടക്കാരന് ജാമ്യം നിൽക്കാൻ കഴിയാത്തതുകൊണ്ട്, அந்த அடிமையாய் இருக்கிறவன் ஜாமீன் நிற்க முடியாதபடியால், അതുകൊണ്ടാണ് അവൻ കന്യകയിൽ ജാതനാകാനിടയായത്. ஆகவேதான் அவர் கன்னிகையில் உற்பத்தியானார். നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, நமக்கு ஒரு பாலகன் பிறந்தார், നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, நமக்கு ஒரு குமாரன் கொடுக்கப்பட்டார். അവന്റെ പേര് അത്ഭുതം, அவருடைய பெயர் அதிசயமானவர். He shall be wonderful. അവന്റെ പേര് അത്ഭുതം, அவருடைய பெயர் அதிசயமானவர். പിന്നെ മന്ത്രി, ஆலோசனைகர்த்தர், He is counselor. നല്ല ആലോചന തരുന്നവൻ, நல்ல ஆலோசனை தருகிறவர், നേരെയുള്ള വഴിയിൽ നമ്മെ നടത്തുന്നവൻ, சரியான பாதையில் நடத்துகிறவர், വീരനാം ദൈവം, வல்லமையுள்ள தேவன், നിത്യപിതാവ്, நித்திய பிதா, സമാധാന പ്രഭു, சமாதான பிரபு. അങ്ങനെ ഒരു വ്യക്തിയെ സർവശക്തൻ നമുക്കായി തന്നു. அப்படிப்பட்ட ஒருவரை சர்வ வல்லவர் தந்தார். ഇവന്റെ വിടുതലെല്ലാം ചെയ്തതിന് ശേഷം விடுதலைக்காக இவரை செய்த பிற்பாடு പ്രവാചകനിൽ കൂടെ പറയുകയാണ്, தீர்க்கதரிசி மூலமாய் சொல்லுகிறார், സകല ഭൂസിവാസികളുമായുള്ളവരെ, சகல பூமியின் குடிகளே, എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ. என்னை நோக்கி பார்த்து ரட்சிக்கப்படுங்கள். ഞാനല്ലാതെ ഒരു ദൈവമില്ല, நான் என்னை அல்லாமல் வேறு தேவன் இல்லை, ഞാനല്ലാതെ ഒരു ദൈവമില്ല, என்னை அல்லாமல் வேறு தேவன் இல்லை. ഭൂമിയുടെ എല്ലാ അതിർത്തികളിലുള്ളവരെ, பூமியின் எல்லை எங்கும் உள்ளவர்களே, ഇവിടെയൊക്കെ നോക്കി ഇതിൽ നിന്നും കൂടെ വിടുതൽ പ്രാപിക്കും. இங்கே பாருங்கள், இதை கண்டு ரட்சிப்பை பெறுங்கள். അങ്ങനെയാണ് നമ്മുടെ കർത്താവ് ഭൂമിയുടെ മധ്യഭാഗത്ത് വന്ന് കഷ്ടം അനുഭവിച്ചു. அவ்விதமாகத்தான் நம்முடைய கர்த்தர் பூமியின் நடுப்பாகத்தில் வந்து பாடுகளை செய்தார். വേണ്ടതെല്ലാം താൻ ചെയ്തു. நம்முடைய விடுதலைக்கு தேவையான சகலமும் செய்தார். താൻ കഷ്ടം അനുഭവിക്കുന്നതിനെ നാം ഓർക്കണം, അതിനെ ആദരിക്കണം. அவர் பட்ட பாடுகளை நினைவு கூற வேண்டும், அங்கீகரிக்க வேண்டும். എനിക്ക് വേണ്ടിയാണ് കഷ്ടം സഹിച്ചത്. என்னுடைய கர்த்தர் எனக்காய் பாடுபட்டார். എന്റെ ബന്ധനത്തിന് എനിക്ക് വിടുതലാ തരേണ്ടതില്ല. என்னுடைய கட்டுகளது விடுதலை கொடுக்கும்படி ഞാൻ അവനിൽ വിശ്വസിക്കുന്നു. நான் அவரை விசுவாசிக்கிறேன். ഇനിമേൽ ഞാൻ അടിമത്തത്തിൽ കിടക്കുകയില്ല. இனிமேல் நான் அடிமையில் இருக்க மாட்டேன். ഇനിമേൽ ഞാൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. இனிமேல் இருளில் நடக்க மாட்டேன். തിന്മയിലും ദുഷ്ടതയിലും ഞാൻ ജീവിക്കുകയില്ല. இருளிலோ துன்மார்க்கத்தில் நடகொள்ள மாட்டேன். എനിക്ക് അവനെ അറിയണം, நான் அவரை அறிய வேண்டும். അങ്ങനെയാണ് ക്രൂശിലേക്ക് നോക്കുമ്പോൾ, அவ்விதமாய் சிலுவையை நோக்கி பார்க்கும்போது വലിയ വിടുതലുണ്ടാകുന്നു, பெரிய விடுதலை உண்டாகிறது. കർത്തருக்கு ஸ்தோத்திரம். അവങ്കിലേക്ക് നോക്കി വിശ്വസിക്കുന്നവർ, அவரை நோக்கி பார்த்து விசுவாசம் வைக்கிறவர்கள், അവർക്ക് രക്ഷയുണ്ടാകുന്നു, വിടുതലുണ്ടാകുന്നു, அவருக்கு ரட்சிப்பு விடுதலை உண்டாகிறது. മനുഷ്യജാതിയുടെ വിടുതലിന്റെ കരുത്തെന്ന് പറയുന്നത് ക്രൂശാണ്. மனிதன் விடுதலை பெறுகிறதான சரியான இடம் சிலுவை. താൻ ആരുമില്ലാത്തവനെ പോലെ കഷ്ടമനുഷ്യ മരിക്കുമ്പോൾ, அவர் பாடுபட்டு கஷ்டம் அனுபவித்து மரிக்கும் போது, സകല നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത്. எல்லாம்
முடிந்தது என்று சொன்னார். It is finished. எல்லாம் முடிந்தது. ഇനി ആരും അതിന്റെ മേലെ ഒന്നും ചെയ്യേണ്ട. இனி இதற்கு மேல் ஒருவரும் ஒன்றும் செய்ய வேண்டாம். ഒരൊറ്റ യാഗത്തിൽ അവൻ എന്താണ് ചെയ്തത്? ஒரே ஒரு பலியினால் அவர் என்ன செய்தார்? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. மரணத்துக்கு அதிகாரியாக இருக்கிற சாத்தானை தன் மரணத்தினால் அழித்தார். ക്രൂശിൽ വെച്ച് അവനെ പരസ്യ കോലമാക്കി. சிலுவையிலே வெளியரங்க கோலமாக்கினார். ആയുധവർഗം വെപ്പിച്ച് അവനെ കീഴടക്കി. அவருடைய சர்வாயுதங்களை கீழ்ப்படுத்தினார். ക്രൂശിൽ അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. சிலுவையிலே வெற்றி சிறந்தார். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். ഹല്ലേലൂയ. ഇത് സർവശക്തൻ നമുക്ക് വേണ്ടി ചെയ്തതാണ്. இது சர்வ வல்லவர் நமக்காய் செய்தது. നാം അതിലേക്ക് നോക്കി நாம் அவரை நோக்கி കർത്താവേ നിലവിളിച്ചപ്പോൾ ஆண்டவரே என்று கூப்பிட்ட போது നാം അറിയാതൊരു വലിയ വിടുതൽ നമുക്ക് വേണ്ടി நமக்கு தெரியாமல் பெரிய விடுதலை அனுபவித்தோம். പിശാചിന്റെ കയ്യിൽ വിടുവിക്കപ്പെട്ടു. விதமாகத்தான் பிசாசின் கையில் விடுதலையாக்கப்பட்டோம். അവൻ പിശാചിന്റെ തന്റെ മരണത്താൽ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കി. தம்முடைய மரணத்தினாலே மரணத்துக்கு அதிகாரியாக சாத்தானை அழித்து പിശാചിനെ നീക്കം നശിപ്പിക്കാനാണ് കർത്താവ് വന്നത്. பிசாசை அவனுடைய கிரியைகளை அழிக்கும்படி ஆண்டவர் வந்தார். പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ വന്നു. மனுஷகுமாரன் பிசாசின் கிரியைகளை அழிக்க வந்தார் என்று வேதம் சொல்கிறது. മരണത്തിന്റെ കെട്ടുകൊണ്ട് മനുഷ്യനെ കെട്ടി. மரணம் என்கிற கட்டினால் மனிதன் கட்டப்பட்டிருந்தார். മരണത്താൽ മരണത്തെ കർത്താവ് ക്യാൻസലാക്കി. தன்னுடைய மரணத்தினால் அந்த மரணத்தை கர்த்தர் பரிகரித்தார். മരണത്തെ ക്യാൻസലാക്കി. மரணத்தை பரிகரித்தார். പകരം ഉടനെ കർത്താവ് വെളിപ്പെടുത്തി. அதற்கு பதிலாக தேவன் உடனே ஒன்றை வெளிப்படுத்தினார். ജീവനും അക്ഷയതയും വെളിപ്പെടുത്തി. ஜீவனும் அழியாமை வெளிரங்கமாக்கினார். നിത്യകാലത്തിന് മുമ്പുള്ള തീരുമാനമായി. இது എന്തെന്തോ நித்தியமாய் இருந்ததான தீர்மானம். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். പിശാചിനെ നീക്കി. பிசாசை நீக்கி മരണത്തെ പരിഹരിച്ചു. மரணத்தை பரிகரித்து ജീവനും അക്ഷയതയും വരുത്തേണ്ടതിന് ஜீவனையும் அழியாமையும் தரும்படி ദൈവത്തിന്റെ സ്വന്തം ജീവനെ യേശു മൂലം നമ്മിലേക്ക് തരികയാണ്. தேவனுடைய சொந்த ஜீவனை இயேசு மூலமாய் நமக்கு தருகிறார். അതാണ് നമുക്ക് നിത്യജീവൻ നൽകുന്നത്. அப்படி அவ்விதமாகத்தான் நித்திய ஜீவன் தரப்படுகிறது. നിത്യജീവൻ വരുമ്പോഴാണ് തമ്മിൽ സ്നേഹിക്കാൻ നമ്മൾ. இந்த நித்திய ஜீவன் வரும்பொழுதுதான் ஒருவரை ஒருவர் நேசிக்க முடியும். ഇവിടെ ഇരിക്കുന്ന നിത്യജീവൻ പ്രാപിച്ചവരെല്ലാവരും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സൂക്ഷിച്ചോളണം. கவனித்துக் கொள்ளுங்கள். നാം പറയുന്ന കാര്യങ്ങൾക്ക് നാം ഉത്തരവാദികളാണ്. நாம் சொல்லுகிற காரியத்துக்கு நாம் தான் உத்தரவாதிகள். നിരുത്തരവാദമായി ജീവിച്ചതിന് ഫലമായി നാം പിശാചിന്റെ അടിമയത്തിൽ அஜாக்கிரதையா ஜீவித்தன் பலனாய் பிசாசின் கையில் விழுந்தோம். കർത്താവ് സൗജന്യമായി വിടുവിച്ചുകൊണ്ടപ്പോൾ இலவசமாய் கர்த்தர் விடுவித்து தந்தபோது ഉത്തരവാദമുള്ളവരായിട്ടാണ് സൃഷ്ടിച്ചത്. இப்பொழுது நம்மை உத்தரவாதம் உள்ளவளா ഉണ്ടാക്കിனார். നമ്മുടെ വാക്കുകൾക്ക് നാം ഉത്തരവാദികളാണ്. நாம் சொல்லுகிற வார்த்தைகளுக்கு நாம் தான் உத்தரவாதி. കൈകളുടെ ഓരോ പ്രവർത്തിക്ക് നാം ഉത്തരവാദികളാണ്. கையின் கிரியைகளுக்கு நாம் உத்தரவாதம் உள்ளவர்கள். ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നാം കണക്ക് കൊടുക്കണം. நாம் செய்கிற சகல காரியங்களுக்கு கணக்கு ஒப்புவிக்க வேண்டும். സൗജന്യമായി തരുന്ന രക്ഷയെ இலவசமாய் தருகிற ரட்சிப்பு വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊള്ളാം. சரியான விதத்தில் உபயோகிக்க வேண்டும். ഇല്ലെങ്കിൽ இல்லாவிட்டால் ഈ വിടുതൽ വന്നാൽ ഒരു ദിവസം നമ്മെ വിളിച്ചു വരുത്തും. ஆண்டவர் ஒரு நாள் நம்மை கூப்பிட்டு நிறுத்துவார். അവിടെ നിർത്തി നമ്മെ കണക്ക് പറയിപ്പിക്കും. நிறுத்தி அவர் கணக்கு கேட்பார். പറഞ്ഞ കാര്യങ്ങൾക്കും ചെയ്ത കാര്യങ്ങൾക്കും എല്ലാം നാം കണക്ക് കൊടുക്കണം. சொன்ன செய்த சகல காரியங்களுக்கு கணக்கு சொல்ல வேண்டும். ഇത് പറഞ്ഞ രണ്ടാമതൊരു ചാൻസ് നമുക്ക് തന്നതാണ്. இரண்டாவது நமக்கு ஒரு தருணம் தந்திருக்கிறார். ദൈവത്തിന് സ്തോത്രം. പിശാചിനെ നീക്കി ഇനിമേൽ പിശാചിന് അടിമയായിരിക്കാൻ പാടില്ല. பிசாசை நீக்கி இனி அவனுக்கு அடிமையாயிருக்க வேண்டாம். മരണത്തെ ക്യാൻസൽ ചെയ്ത് നിത്യജീവനെ നമുക്ക് വേണ്ടി തന്നു. மரணத்தை மாற்றி ஜீவனை தந்தார். ദൈവത്തിന് സ്തോത്രം. തമ്മിൽ ശണ്ടയിടാനും അടിക്കാനും കടിക്കാനും അല്ല നമ്മളെ വിളിച്ചത്. ஒருவர் சண்டையிட்டு ஒருவரை கடித்து பட்சிக்கும்படி உண்டாக்கவில்லை. ഒരുവരെ സ്നേഹിക്കാനും കരുതുവാനും നന്മ ചെയ്യാനുമാണ് പഠിച്ചത്. ஒருவரை ஒருவர் நேசித்து நன்மை செய்து உதவுமாறு நம்மை உண்டாக்கினார். ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ച് நாம் எல்லாரும் அவருக்கு சத்துருக்களாய் இருக்கும்போது நம்மை நேசித்தார். ജീവനെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ நம்முடைய ஜீவன் நமக்கு தந்திருப்பாரானால் സഹോദരന്മാരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാനും നമ്മുടെ ഉത്തരവാദിത്വം. சகோதரர்களை நேசிக்கும் அவர்களுக்கு ஜீவனை கொடுக்கும் நாம் கடமைப்பட்டிருக்கிறோம். വേറെ ആരും പഠിപ്പിക്കുന്നില്ല. இது வேற யாரும் சொல்லி தருவதில்லை. പറയാനും പഠിപ്പിക്കാനുള്ള ധൈര്യം ഒരുത്തനുമില്ല. இதை சொல்லிக் கொடுக்கும்படியான தைரியம் அவருக்கு இல்லை. അല്ലാതെ വേറെ ഒരു വഴിയില്ല. നീ വിശ്വസിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. நீங்கள் இதை விசுவாசித்தாலும் இல்லாவிட்டாலும். ദൈവത്തിന് സ്തോത്രം. பாவத்தின் ബന്ധനത്താൽ മനുഷ്യനെ ബന്ധിച്ചു കളഞ്ഞു. பாவத்தின் கட்டினால் மனிதனை கட்டியிருந்தார். നാം പാപസമയത്ത് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് பாவத்துக்கு மரித்து நீதிக்கு பிழைக்கும்படி നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി. நம்முடைய பாவங்களை சுமந்து சிலுவையில் ஏறினார். ദൈവത്തിന് സ്തോത്രം. താൻ ഇടയിൽ മരിക്കേണ്ടവനായിരുന്നു. அவர் மரிக்க வேண்டியதா இருந்தது. എന്തുകൊണ്ടാണ് ക്രൂശിന്മേലുള്ള ഹീനമായ മരണം താൻ തെരഞ്ഞെടുത്തത്? ஏன் இந்த சிலுவையில் இந்த மோசமான மரணத்தை தெரிந்து கொண்டார்? മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്ന மரத்தின் மேல் தொங்குகிறவன் சபிக்கப்பட்டவன் எழுதி
எழுதியிருக்கிறது. യേശു മരത്തിന്മേൽ തൂങ്ങിയതിനാൽ നമ്മുടെ ശാപങ്ങളും കൂടെ മാറി. இயேசு மரணத்தில் தொங்கினபடினால் நம்முடைய சாபம் இல்லாம அகற்றினார். ശാപങ്ങൾ നീക്കിയിട്ടാണ് നമ്മെ അനുഗ്രഹത്തിൽ കൊണ്ടുവന്നത്. சாபத்தை நீக்கிதான் ஆசீர்வாதத்தில் கொண்டு வந்தார். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். മരണത്തെ നീക്കി, மரணத்தை நீக்கி, ശാപത്തെ കൂടെ ചുമന്നു മാറ്റി, சாபத்தையும் சுமந்து மாற்றி, പോകുന്ന വഴിയിൽ അവന്റെ ശരീരമെല്ലാം അടിച്ചു തകർക്കപ്പെട്ടു. அவர் கடந்து போகிற வேளையிலே சரீரத்தை அடித்து கிழித்தார்கள். ഒന്ന് കുറെ 40 അടി 5 വട്ടം എന്ന് പറയുന്നു. 40 ഒരു അടി കുറവായി 5 മുறை. 39 ഗുണം 5 അല്ലെങ്കിൽ 7 ഒന്ന് ഗുണിച്ചു നോക്കി എത്ര അടിയേറ്റുന്നു. 35 മുறை കൂട്ടി പാരുங்கள் എത്ര അടികൾ. അത്രയും മുറിപ്പാടുകൾ യേശുവിന്റെ ശരീരത്തിലുണ്ടായി. அவ்வளவு காயங்கள் அவருடைய சரீரத்தில் உண்டு. അവന്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും തങ്ങി നിൽക്കാത്ത വിധത്തിൽ, அவருடைய சரீரத்தில் ஒரு துளி ரத்தமும் தங்கி இருக்காத விதத்தில் അത്രയധികം പങ്കപ്പാടുകൾ വരുത്തി சகல விதமான பாடுகளை அனுபவித்தார். എന്തിനു വേണ്ടി അത് ചെയ്തു? எதற்காய் செய்தார்? ആ മുറിവുകളാൽ നിങ്ങൾക്ക് എനിക്ക് സൗഖ്യമുണ്ടാകും. அவருடைய அந்த காயங்களினால் தழும்புகளினால் உங்களுக்கும் எனக்கும் சுகம். രോഗത്തിന്റെ ലിസ്റ്റ് എടുത്താൽ 39 തരത്തിലുള്ള രോഗം എന്നാണ് പറയപ്പെടുന്നത്. வியாதியுடைய பட்டியல் எடுப்போமானால் பெரும் வியாதிகள் 39. പിന്നെ അതിന്റെ വെറൈറ്റീസ് വേറെ, அதனுடைய இணை வியாதிகள் உண்டு. അതുകൊണ്ടാണ് 39 അടി തന്റെ ശരീരത്തിലെ. ஆகவேதான் 39 முறை சபிக்கினால் அடியேற்றார். ദൈവത്തിന്റെ സ്തോത്രം. ஸ்தோத்திரம். നമ്മുടെ എല്ലാവരുടെ ശിക്ഷ അവന്റെ മേൽ நமக்கு வர வேண்டியதான சிக்ஷை அவர் மேல் வந்தது. അവന്റെ അടിപ്പിണകളെല്ലാം നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. அவருடைய தழும்புகளால் நாம் குணமாகிறோம். ദൈവത്തിന്റെ സ്തോത്രം. ஸ்தோத்திரம். പിശാചിനെ നീക്കി, பிசாசை மாற்றி, മരണത്തെ പരിഹരിച്ചു, மரணத்தை பரிகரித்து, പാപത്തെ നീക്കി, பாவத்தை நீக்கி, സകല അധർമ്മത്തിലും നാം പെട്ടിരുന്നു. சகல அக்கிரமத்தில் உட்பட்டிருந்தோம். അവൻ തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. தம்மை தாமே ஒப்பு கொடுத்தார். എന്തിനാ അധർമ്മത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി? இவ்விதமாய் அக்கிரமத்தில் விலைக்கு வாங்கி സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി വിശുദ്ധീകരിക്കേണ്ടത്. நற்கிரியிலே செய்யும்படிக்கு பக்தி வைராக்கியமுள்ளவராய் சிருஷ்டிக்கும்படி. ദൈവത്തിന്റെ സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். അങ്ങനെയാണ് കർത്താവ് കഷ്ടം അനുഭവിച്ചു. இவ்விதமாக தான் கர்த்தர் பாடுபட்டார். ഇനി ഈ ലോകത്തിലേക്ക് നമ്മെ സൃഷ്ടിച്ചുകൊണ്ടു இந்த உலகத்தில் நம்மை உண்டாக்கி வைத்தார். മനുഷ്യന് പാർക്കാൻ വേണ്ടിയാണ് ലോകത്തെ ഉണ്ടാക്കിയത്. மனிதன் தங்கும்படியாக உலகத்தில் சிருஷ்டிக்கப்பட்டார். ഈ ലോകം മനുഷ്യനെ അടിമയാക്കി കളഞ്ഞു. ஆனால் இந்த உலகம் மனிதனை அடிமையாக்கினது. ലോകത്തെ സ്നേഹിച്ച് ലോകത്തിന് അടിമയാക്കി കളഞ്ഞു. உலகத்தை நேசித்து உலகத்துக்கு அடிமையானான். മിസ്രൈം ദേശത്ത് പോയ ഇസ്രായേലിയർ, அடிமைத்தனத்துக்கு போன അബ്രഹാമിൻ സന്തതി മിസ്രൈം ദേശത്ത് പോയി. ஆபிரகாமின் சந்ததி எகிப்துக்கு போனார்கள். അവരവിടെ വർദ്ധിച്ച് പെരുകി അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി അയച്ചതാണ്. அவர்கள் அந்த இடத்திலே பெருகி ஆசீர்வதிக்கப்பட்டு அனுப்பப்பட்டார்கள். 4 തലമുറ 400 വർഷം കഴിഞ്ഞപ്പോഴേക്കും 400 வருடங்கள் முடிந்த பொழுது ഇവര് ഇവരെ അടിമകളാക്കി കളഞ്ഞു. இவர்கள் எகிப்தியருக்கு முழுவதுமாய் அடிமையானார்கள். അവിടെയുള്ള വിഗ്രഹങ്ങളെ സേവിച്ചു, அங்குள்ளதான விக்கிரகங்களை ஆராதித்து, അവിടെയുള്ള ദുരാചാരങ്ങൾക്കെല്ലാം അടിമയായി, அங்குள்ள கெட்ட பழக்கங்கள் அடிமைப்பட்டு, ഇവര് നന്മ അനുഭവിക്കാൻ പോയി മിസ്രൈം ദേശം അവരെ അടിമയാക്കി. இவர்கள் நன்மை அனுபவிக்கும்படி எகிப்து சென்றார்கள். எகிப்தோ இவர்களை அடிமைப்படுத்தினது. സർവശക്തൻ ബലമുള്ള കൈകൊണ്ട് അവരെ പറിച്ചെടുത്ത് വെളിയെ കൊണ്ടു. சர்வவல்லமையுள்ள தேவன் தம்முடைய ஓங்கிய புயத்தினால் வெளியே கொண்டு வந்தார். ചരിത്ര സത്യമാണ്. இதெல்லாம் சரித்திர உண்மைகள். മിസ്രൈമിൽ അവരെ അടിമകളാക്കിയതുപോലെ எகிப்தில் அடிமையானது போல ഇവിടെ ഇതാ നമ്മെ ഈ ലോകത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. ஆண்டவர் இந்த உலகத்தில் நம்மை வெளியே கொண்டு வருகிறார். നമ്മുടെ പാപങ്ങൾ നിമിത്തം, நம்முடைய பாவங்கள் நிமித்தம் ഈ ലോകത്തിന് അടിമകളായിരുന്നു. இந்த உலகத்தில் അടിമകളായിരുന്നோம். വിടുവിക്കാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. நம்மை விடுவிக்கும்படி தம்மை தாமே ஒப்பு கொடுத்தார். ദൈവത്തിന് സ്തോത്രം. ஸ்தோத்திரம். ഒരു വിടുതലും അതോട് ചേർന്ന ഒരു അനുഗ്രഹവും, ஒரு விடுதலையும் ஒரு முன்னேற்றமும் ஒரு ஆசீர்வாதம். പിശാച് നമ്മെ ഭരിച്ചുകൊണ്ടിരുന്നു. பிசாசு நம்மை ஆண்டு கொண்டிருந்தான். അവനെ നീക്കിയിട്ട് യേശു ഇമ്മാനുവേലായി നമ്മിൽ വസിക്കും. அவனை மாற்றி இயேசு இம்மானுவேலாய் நம்மோடு இருக்கிறார். മരണഭയത്തിൽ നാമായിരുന്നു, അതിനെ ക്യാൻസൽ ചെയ്തിട്ട് மரண பயத்தில் இருந்ததான நம்மை மரணத்தை பரிகரித்து നിത്യജീവന്റെ പ്രത്യാശ നമുക്ക് തന്നു. நித்திய ஜீவனை நம்பிக்கையை தந்தார். പാപം നമ്മെ ഭരിച്ചുകൊണ്ടിരുന്നു. பாவம் நம்மை ஆண்டு கொண்டிருந்தது. അത് കർത്താവ് ക്യാൻസൽ ചെയ്തിട്ട് அதை தேவன் மாற்றி ഇപ്പോൾ നമ്മെ നീതിക്ക് ദാസന്മാരാക്കി, இப்பொழுது நீதிக்கு அடிமைகளாக்கினார். ദൈവസ്വഭാവത്തിനും എന്റെ മക്കളാക്കി മാറ്റി. தேவனுடைய சுபாவத்துக்கு பிள்ளைகளாக, സകല അധർമ്മത്തിനും അടിമകളായിരുന്നു. அக்கிரமத்துக்கு அடிமைகளாயிருந்தோம். യേശു വില കൊടുത്തിട്ട് വിടുവിച്ച് இயேசு கிரயம் கொடுத்து விடுதலையாக்கி ഇപ്പോൾ സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവർ, நற்கிரிகளை செய்யும்படி பக்தியுள்ள ஜனமாய் மாற்றியிருக்கிறார். கர்த்தருக்கு ஸ்தோத்திரம். അതുകൊണ്ടാണ് ദൈവരാജ്യത്തെ കുറിച്ച് യേശു പറയുമ്പോൾ, ஆகவேதான் தேவனுடைய ராஜ்யத்தை குறித்து இயேசு சொல்லும்போது, ദൈവരാജ്യം ബലാത്കാരികൾ കൈവശമാക്കും. தேவனுடைய ராஜ்யத்தை பலவந்த மண்ணுகளில் பிடித்துக் கொள்ளுகிறார். യോഹന്നാൻ സ്നാപകൻ നാൾ മുതൽ ഇന്നുവരെയും ദൈവരാജ്യത്തെ പ്രസംഗിക്കുന്നു. யோவான் ஸ்நானன் காலம் முதல் இதுவரைக்கும் தேவனுடைய ராஜ்யம் பிரசங்கிக்கப்படுகிறது. ബലാത്കാരികൾ അതിനെ കീഴടക്കുന്നു. பலவந்தம் பண்ணுகிறவர்களை பிடித்துக் கொள்ளுகிறார்கள். ബലാത്കാരം എന്ന് പറഞ്ഞതിന് 2 വശമുണ്ട്. இந்த பலவந்தம் பண்ணுகிறது என்று சொன்னால் அது 2 அர்த்தங்கள். ഒന്നതിന് പോസിറ്റീവായ നല്ല വശമുണ്ട്. இதிலே நன்மை
നന്മയാണ് ഒരു നല്ല പകുതിയുണ്ട്, മറ്റേ തിന്മയായ ഒരു നെഗറ്റീവ് വശമുണ്ട്, അത് തീമയാണ് ഇന്നൊരു പകുതിയുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. എന്താ തിന്മയായ വശം? എന്താണ്? തീമയാണ് പകുതി തന്നെ സ്ട്രൈക്ക് ഉണ്ടാക്കുന്നതിന്, സ്ട്രൈക്ക് ഉണ്ടാക്കുന്നത്. നമ്മുടെ പിന്നെ മേലുള്ള പിന്നെ ഓഫീസർമാരുടെ ദേഹത്ത് മഷൂരി ഒഴിക്കുന്നതിന്, ഉയർ അധികാരിയിടത്തിൽ മേലുള്ളവരിടത്തിലെല്ലാം റാഗിങ്ങാണ്, പിള്ളേരെ ഉപദ്രവിക്കുക, പിള്ളേകളെ ഉപദ്രവപ്പെടുത്തുക, എന്തെല്ലാം ദ്രോഹം ചെയ്യാമോ അതൊക്കെ അതിനാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. എതിർമറിയാണ് കാര്യങ്ങൾ, அதுக்கு தான் புரட்சி. நல்லா இருக்கிற കാര്യങ്ങളെ വലിച്ചു ഉടച്ച് നശിപ്പിച്ചു വിടുക. நன்றாயிருக்கிற காரியங்களுக்கு எதிர்மறையாய் செயல்படுகிறது, അതാണ് ബലാത്കാരം. அதுக்கு பெரும் பலவந்தம் தான். അടിക്കുക, ഉപദ്രവിക്കുക, പിടിച്ചെടുക്കുക, കൊള്ളയിടുക, ഇതൊക്കെയാണ് നെഗറ്റീവ് ആയിട്ടുള്ളത്. അടിപ്പത്, ഉதைப்பது, ഉപദ്രവപ്പെടുത്തുന്നത്, ഇതെല്ലാം എതിർമറിயான കാര്യങ്ങൾ. അവർ നരകത്തിലേക്ക് പോകുമ്പോൾ, അവർ നരകത്തിൽ പോകുമ്പോൾ കർത്താവ് കൊണ്ടുവന്ന് വേറൊരു ബലാത്കാരമാണ്. ആണ്ടവർ சொல்லுகிறார் വേറൊരു பலவந்தத்தை குறித்து. അതെന്താണെന്നറിയാമോ? അതെന്നെ தெரியுமா? അടി കൊള്ളാൻ, അടി വാങ്ങുമ്പടി, നന്മ ചെയ്തിട്ട് അടി കൊള്ളാൻ, നന്മ ചെയ്ത് ഉപദ്രവപ്പെടുമ്പടി, ദൂഷണം പറഞ്ഞിട്ട് സ്തോത്രം പറയാനാണ്, കെട്ട വാർത്ത പേசுகிறவளை பார்த்து സ്തോത്രം சொல்லும்படி, വേണ്ടി പ്രാർത്ഥിക്കാനാണ്, ഉപദ്രവം പടുത്തുന്നവർക്ക് അവൻ കഷ്ടപ്പെടുമ്പോൾ തിന്നാനും കുടിക്കാനും കൊടുക്കണം, അവർക്ക് പുസ്തിക്കവും കുടിക്കവും കൊടുക്ക. അങ്ങനെ ചെയ്താൽ അവന്റെ തല തീക്കനലിടുമെന്ന് കർത്താവ്. அப்படி செய்யும் பொழுது அக்னி தலல் அவர் மேல் போடுகிறோம். ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മൾ പണ്ട് നെഗറ്റീവ് ബലാത്കാരികളാണ്, முன்னாட்களில் இந்த எதிர்மறையான பலவந்தம் செய்து கொண்டிருந்தோம். ഇപ്പൊ കർത്താവ് നമ്മെ പോസിറ്റീവ് ബലാത്കാരം, ஆனால் இப்பொழுது நல்ல விதத்தில் பலவந்தம் பண்ண அழைத்திருக்கிறார். ബലാത്കാരികൾ മാത്രമേ ദൈവരാജ്യ അവകാശം, பலவந்தம் பண்ணுகிறவர்கள் മാത്രമേ ദൈവത്തിന്റെ രാജ്യത്തെ സ്വന്തമാക്കാൻ. നിങ്ങളെ ദൂഷണം പറഞ്ഞാൽ, மற்றவர்களுக்கு எதிராக தூஷணம் சொன்னால், ഒന്ന് പറഞ്ഞാൽ 4 പറയുമായിരുന്നു നേരത്തെ. முன்னாட்களிலே ஒன்று சொன்னால் திரும்ப 4 சொல்லுவோம். അപ്പൊ വീട്ടിലാണ് അടിക്കും കുഴപ്പത്തിനും ഒരു കുറവുമില്ല, வீட்டுல அடி வைக்கிறதுக்கு ஒரு குறைவும் இல்லை. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യ 4 പറയും, പുരുഷൻ ஒன்று சொன்னால் மனைவி 4 சொல்லும். അദ്ദേഹത്തിന് കലികേറും തല്ലും, அங்கே தள்ளும் முள்ளும் உண்டாகும். ഒരാൾ എന്നോട് അപ്പച്ച ഞങ്ങളുടെ വീട്ടുകാരൻ എന്നെ തല്ലും, ஒரு என்னிடத்து சொன்னார், என் வீட்டுல புருஷன் என்னை தள்ளுவார், വീട്ടിൽ വന്നാൽ ഒരു സ്വൈരതയുമില്ല, வீட்டுல வந்தால் ஒரு நிம்மதி இல்லை. ഞാൻ ഒരു നല്ല മരുന്ന് പറഞ്ഞു കൊടുത്തു, ഇത് ചെയ്യണം. நான் அவருக்கு ஒரு நல்ல மருந்து சொல்லி கொடுத்தேன். ഹസ്ബൻഡ് വന്നാ ഉടനെ കലിവിലാന്ന് പറയാൻ തുടങ്ങുമ്പോൾ, புருஷன் வந்து தேவையில்லாமல் பேச தொடங்கும் பொழுது, ഞാൻ ഒരു ബോട്ടിലിനകത്ത് വെള്ളം പ്രാർത്ഥിച്ചിട്ട് അത് വായിൽ ഒഴിച്ചേക്കണം. நான் ஒரு தண்ணீர் கொஞ்சம் ஜெபித்து கொடுக்கிறேன், அது வாயில் அவர் ஊற்ற வேண்டும். വായി വെള്ളം ഇട്ടോണ്ട് സംസാരിക്കാൻ ഒക്കെ அவர் வாயில தண்ணீர் ஊற்றினால் பின்ன பேச முடியாது. എല്ലാം പറഞ്ഞു തീർന്നിട്ടേ അത് തുപ്പിക്കളയാവും. அது எல்லாம் சொல்லி முடித்த ஒரு படுதான் துப்புவேன். അവരെ അടിച്ചേച്ച് വരുമ്പോ കയ്യെ പിടിച്ച് ഒരു മുത്തം കൊടുത്ത് ഒരു സ്തോത്രം പറയണം. அவர் அடிக்க வரும்பொழுது அவருடைய கையை பிடித்து ஒரு முத்தம் தந்து ஸ்தோத்திரம் செய்ய வேண்டும். ഒരാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞു, பாஸ்ட் அது വളരെ നല്ല എഫക്റ്റീവ് ആയിരുന്നു. ஒரு வாரம் கழிந்து வந்து சொன்னால், நீங்கள் கொடுத்த மருந்து நன்றாக உபயோகமானது. കാര്യം അവരൊന്ന് പറയുമ്പോ ഇവര് 4 പറയും. முன்னாட்களிலே அவர் ஒன்று சொன்னால் நான் 4 சொல்வேன். ഒരു ചുണ്ടി പിടിച്ചിട്ട് ഇവരെ എടുത്തിട്ട് അടിക്കും. அப்பொழுது அவர் வைராக்கியம் கொண்டு அடிப்பார். അപ്പൊ വിശ്വാസി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? விசுவாசி என்று சொல்லி பிரயோஜனம் என்ன? ഒരു നല്ല മരുന്നായിരുന്നു അത്. ஒரு நல்ல மருந்தாய் இருந்தது. ഇപ്പൊ അവർ സമാധാനത്തോടെ ഇരിക്കുന്നു. இப்பொழுது சமாதானமாய் இருக்கிறார்கள். കർത്താവ് പറയുന്ന അങ്ങനെയുള്ള ഒരു ദൈവരാജ്യത്തിൽ കടക്കുകയുള്ളൂ. அப்படிப்பட்டவர்கள் தான் தேவனுடைய ராஜ்யத்தில் பிரவேசிப்பார்கள். ദോഷത്തിന് ദോഷവും தீமைக்கு தீமையும் സകാരത്തിന് സകാരം ചെയ്യാതെ உதாசனத்துக்கு உதாசனம் செய்யாமல் അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ஆசீர்வாதம் அனுபவிக்க அழைக்கப்பட்டவளானபடியால் അനുഗ്രഹിക്കുന്നവരാകുക. ஆசீர்வதியுங்கள். യഹോവയുടെ ദൃഷ്ടി തന്റെ ജനത്തിന്മേലും கர்த்தருடைய கண்களுடைய ஜனத்தின்மேலும் അവന്റെ കാതോടുള്ള പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. அவருடைய செவிகளுடைய ஜெபங்களுக்கு திறந்து യഹോവയുടെ മുഖം ദുഷ്പ്രവൃത്തിക്കാർ പ്രതികൂലമായിരിക്കുന്നു. கர்த்தருடைய முகமோ துன்மார்க்கருக்கு விரோதமாய் இருக்கிறது. ദൈവത്തിന് പ്രിയരായിരിക്കേണ്ടത്, ஆண்டவருக்கு பிரியமாய் இருக்க வேண்டும். യേശുവിന്റെ നാമനിമിത്തം അടികൊള്ളേണ്ടതിന്, ஆண்டவருடைய நாமத்து நிமித்தம் அடி வாங்க வேண்டும். ദൂഷണം കേട്ടിട്ട് അനുഗ്രഹിക്കേണ്ടതിന്, தூஷணத்தை கேட்டு ஆசீர்வதிக்கும்படி, തിന്മയ്ക്ക് തിന്മയും ദോഷത്തിനും അവരും പകരം ചെയ്യാതെ, தீமைக்கு தீமையோ உதாசனத்து உதாசனம் செய்யாதபடி നന്മയാൽ തിന്മയെ ജയിക്കണം. நன்மையால் தீமை ஜெயிக்க வேண்டும். നിങ്ങൾ ഹോംവർക്ക് ചെയ്യാനായിട്ട് ഒരു ഭാഗം ഞാൻ പറഞ്ഞുതരാം, അത് നോട്ട് ചെയ്തോണം. நீங்கள் வீட்டிலே நீங்கள் ஹோம்வொர்க் செய்யும்படி ஒரு காரியம் சொல்லி தருகிறேன். ഈ പറഞ്ഞതുപോലെ ആ വീട്ടിൽ ചെന്ന് ഹോംവർക്ക് ചെയ്യണം. இங்க சொன்னது மாத்திரம் கேட்டால் போதாது, வீட்டில் ஒரு ஹோம்வொர்க் உண்டு. റോമാലേഖനം 12-ാം അധ്യായം, ரோமருக்கு எழுதின நிருபம் 12-ாம் அதிகாரம் 9 മുതലുള്ള വാക്യങ്ങൾ, 9 മുതലുള്ള വസനങ്ങൾ. അനേക കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യരുത് ഇതെല്ലാം പറഞ്ഞിട്ട് அங்கு அநேக காரியங்கள் நீங்கள் அப்படி இருக்க வேண்டும் இப்படி இருக்க வேண்டும் என்றெல்லாம் കൊണ്ട് അതുകൊണ്ട് പറയാണ് തിന്മയോട് തോൽക്കാതെ, அது கடைசியா சொல்லப்படுகிறது, நீங்கள் தீமை செய்யாதிருங்கள், നന്മയെ
നന്മയാൽ തിന്മയെ ജയിക്കണം. நன்மையினாலே தீமையை வெல்லு. അത് കൊച്ചുകുട്ടികൾക്കും ചെയ്യാം, சின்ன பிள்ளை செய்யலாம், മധ്യവയസ്കർക്കും ചെയ്യാം, மதிய வயசுள்ளவர் செய்யலாம், പ്രായമുള്ളവർക്കും ചെയ്യാം. நல்ல வயதானவர் செய்யலாம். നന്മ കൊണ്ട് തിന്മയെ ജയിക്കണം. நன்மையினால் தீமை ஜெயிக்க வேண்டும். ഇതാണ് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് കിട്ടുന്ന പ്രാക്ടിക്കൽ ലെസൺ. இதுதான் தேவசமூகத்தில் நமக்கு கிடைக்கிறதான செயல்முறை விளக்கம். വീട്ടിൽ പോയാൽ ചെയ്തില്ലെങ്കിൽ, நீங்கள் வீட்டில் போய் செய்யாவிட்டால், ഹോംവർക്ക് ചെയ്യാതെ വരുന്നവർക്ക് മാർക്ക് കിട്ടുകയില്ല. ஹோம்வொர்க் செய்யாமல் வந்தால் மார்க் கிடைக்காது. തോറ്റുപോയിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. நீங்கள் தோல்வி அடைந்து கூக்குரலிட்டு காரியமில்லை. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. நீங்கள் இதை பயிற்சி செய்ய வேண்டும். ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. എന്തെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും ഒരു അപശബ്ദം കേട്ടാ ഉടനെ അതിന് മറുപടി പറഞ്ഞ് ഉടനെ അതിന് കുഴപ്പമുണ്ടാക്കി, അങ്ങനെയല്ല. எங்கேயாவது யாராவது ஏதாலும் தேவையில்லாமல் ஒரு சத்தம் கொடுத்தால் உடனே அதுக்கு பதில் தந்து உங்களுக்கு பிரச்சனை உண்டாக்க கூடாது. നിങ്ങളുടെ അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇടപെടരുത്. உங்களுக்கு தேவையில்லாத காரியத்தில் நீங்கள் கலந்து விடாதீர்கள். ആരെങ്കിലും പറഞ്ഞു വരുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റുപാടരുത്. மற்றவர்கள் சொல்லி உண்டாக்குற காரியங்களை நீங்கள் ஏற்றுக்கொள்ள வேண்டாம். നന്മ ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് ജീവനെ കൊടുത്തത്. நன்மை செய்யும்படியாக கர்த்தர் ஜீவனை தந்தார். ദൈവത്തിന് സ്തോത്രം. ஸ்தோத்திரம். ഈ ലോകത്തിൽ നമ്മെ വിടുവിച്ചു, ഈ ഉലകത്തിൽ നിന്ന് വിടുതലാക്കിனார். പിന്നെ നമ്മുടെ ജഡത്തിന്റെ തോൽവികളിൽ നിന്ന് വിടുവിക്കേണ്ടതിന് மறுபடியும் நமக்கு மாம்சத்தில் வந்ததான அந்த தோல்விகளில் இருந்து விடுதலையாக்கும்படி ആത്മാവിനാൽ നമ്മെ നടത്തി, ஆவியினாலே நடத்துகிறார். ഈ ലോകത്തിന്റെ ബന്ധനം വിടുവിച്ച് അവൻ ദൈവരാജ്യത്തെ കൊണ്ടുവന്നു. உலகத்தில் உள்ள பிடியிலிருந்து விடுதலையாக்கி தேவனுடைய ராஜ்யத்தை உட்படுத்தினார். സ്വാർത്ഥതയും തന്നിഷ്ടവും ചെയ്ത് നടന്ന നമ്മെ சுயாதீனமாய் தன்னிச்சையா நடந்ததா நம்மை ദൈവേഷ്ടം ചെയ്യാൻ പഠിപ്പിക്കും. தேவ சித்தம் செய்யும்படி பயிற்சி கொடுத்தார். അത് നിങ്ങൾക്ക് ഞാൻ ഈ കൺവെൻഷനിൽ തരുന്ന ഹോംവർക്കാണ്, പോയി വീട്ടിൽ പോയി ചെയ്തോണം. நான் உங்களுக்கு இந்த ஹோம்வொர்க் இந்த கன்வென்ஷன் தருகிறேன், குறித்து வைத்துக் கொள்ளுங்கள். കുട്ടികൾ പരീക്ഷ പേപ്പർ എഴുതിയിട്ട് അവരോട് തന്നെ മാർക്കിടാൻ പറയും. நீங்க இந்த பரீட்சை நீங்கள் எழுதி நீங்களே உங்களுக்கு மார்க்கிட்டுக் கொள்ளுங்கள். ജീവിതത്തെ ദൈവവചനത്തിൽ വെളിച്ചം നിങ്ങൾ തന്നെ പരിശോധിക്കണം. உங்களுடைய வாழ்க்கையை தேவவசனத்தின் வெளிச்சத்தில் நீங்கள் பரிசோதித்து பாருங்கள். മറ്റൊരുത്തർ നിങ്ങളെ മാർക്കിടാൻ വിടരുത്. வேறொருவர் உங்களுக்கு மேல் மதிப்பெண் இடவிடக்கூடாது. നാം നമ്മെ തന്നെ വിധിക്കുന്നെങ്കിൽ വിധിക്കപ്പെടുകയില്ല. நாமே நியாயந்தீர்த்தால் நியாயந்தீர்க்கப்படுவோம். ഉത്തരവാദമുള്ളവരായിട്ടാണ് നമ്മെ വിശ്വാസികളാക്കി വെച്ചത്. ഉത്തരവാദമുള്ള വിശ്വാസികളാണ് ഉണ്ടാക്കി வைத்தார். നമുക്ക് ദൈവം തന്നതെല്ലാം നാം കർത്താവിന്റെ സ്വന്തമാണ്. നമുക്ക് ദൈവം തന്നതെല്ലാം ദേവനുക്കുரியவைகள். ദൈവത്തിന്റെ സ്തോത്രം. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് അല്ലെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയുടെയും പ്രവാചകന്മാരുടെ മക്കൾ നിങ്ങളെന്നാണ് പറയുന്നത്. உன் சந்ததியினாலே பூமியுள்ள வம்சங்கள் எல்லாம் ஆசீர்வதிக்கப்படும் என்று தேவன் ஆபிரகாமுக்கு சொல்லி நம்முடைய முன்னோர்களோடு பண்ணின உடன்படிக்கைக்கும் தீர்க்கதரிசிகளுக்கும் உத்தரராயிருக்கிறீர்கள். മനോഹരമായ മെസ്സേജ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. அழகான ஒரு செய்தியை கடந்த வருஷத்தில் கேட்டோம். ദൈവത്തിന്റെ ഉടമ്പടി தேவனுடைய உடன்படிக்கை എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുന്ന ഉടമ്പടി എന്ന് പറയുന്നത് നിത്യ ഉടമ്പടിയാണ്. கடந்த நாளிலே தேவன் செய்த உடன்படிக்கையை குறித்து நித்திய உடன்படிக்கை என்று கேட்டோம். അതൊരിക്കലും ആർക്കും കാൻസൽ ചെയ്യാൻ കഴിയില്ല. அதை ஒரு முறை ஆரும் மாற்ற முடியாது. ആകാശം ഭൂമി ഒഴിഞ്ഞു പോയിട്ട് வானம் பூமி ஒளிந்து போனாலும் നാം പുതിയ ശരീരത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, புதிய சரீரத்தில் தேவசமூகத்தில் இருக்கும் பொழுது ഈ ഉടമ്പടിയുടെ വ്യവസ്ഥ അവിടെ വരും. இந்த உடன்படிக்கையின் முறைமைதான் வரும். ഈ ഉടമ്പടിയുടെ വ്യവസ്ഥ അവിടെ ഉണ്ടാകും. இந்த உடன்படிக்கையின் முறைமை அங்குண்டாகும். ആ ഉടമ്പടി പ്രകാരമായിരിക്കും നിങ്ങളുടെ അവകാശങ്ങൾ തീരുമാനിക്കും. அந்த உடன்படிக்கையின்படிதான் உங்களுடைய சுதந்திரம் உங்களுக்கு கிடைக்கும். ദൈവത്തിന് സ്തോത്രം. അവർ രണ്ടുപേര് ചേർന്നുള്ള ഉടമ്പടിയാണ്. ரெண்டு பேர் சேர்ந்து செய்வதுதான் உடன்படிக்கை. യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്ത് എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടും. பலியினால் என்னோடு உடன்படிக்கை செய்த பரிசுத்தவான்களை கூட்டுங்கள் என்பார். കർത്താവ് സ്വന്തം രക്തത്തെ യാഗമാക്കിയിട്ടാണ് கர்த்தர் தம்முடைய சுய ரத்தத்தை பலியாய் மாற்றி 7 വിധമായ വിടുതൽ നമുക്ക് തന്നത്. 7 വിധமான വിടുതலை തந்தார். പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു, പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുതലാക്കിனார். ഇമ്മാനുവേലിന്റെ കൂടെ കൊണ്ടുവന്നു. ഇമ്മാനുവേലായി കർത്തർ കൂടെ இருக்கிறார். മരണത്തിൽ നിന്ന് വിടുവിച്ചു, മരണത്തിൽ നിന്ന് വിടുതലാക്കിனார். ജീവനിൽ കൊണ്ടുവന്നു, ജീവനിൽ കൊണ്ടുവந்தார். പാപത്തിൽ നിന്ന് വിടുവിച്ചു, പാപത്തിൽ നിന്ന് വിടുതലാക്കിனார். നീതിക്ക് ദാസന്മാരാക്കി, നീതിക്ക് അടിമയിലാക്കിனார். അക്രമത്തിൽ നിന്ന് വിടുവിച്ചു, അക്രമത്തിൽ വിടുതലാക്കിனார். പ്രവൃത്തി ചെയ്യാനും നന്മകൾ ചെയ്യുമ്പടിക്ക് നമ്മെ ഭക്തിയുള്ളവരായി മാറ്റി. ലോകത്തിന്റെ തോളിൽ നിന്ന് വിടുവിച്ചു, ഉലകത്തിൻ കാര്യങ്ങൾ വിടുതലാക്കിனார். ദൈവരാജ്യത്തിൽ നിങ്ങളെ കൊണ്ടുവന്നു, ദൈവത്തിന്റെ രാജ്യത്തിൽ ഉൾപ്പെടുത്തിனார். ജഡത്തിന്റെ തോളിൽ നിന്ന് വിടുവിച്ചു, മാംസത്തിൻ തോളിൽ നിന്ന് വിടുതലാക്കിனார். ആത്മാവിനാൽ നടത്തപ്പെടുന്നു, ആവിനാൽ നടത്തപ്പെടുகிறோம். സ്വാർത്ഥതയും തന്നിഷ്ടം വിടുവിച്ച് சுயத்திலிருந்து விடுதலையாக்கி ദൈവേഷ്ടം ചെയ്യാൻ നമ്മെ പഠിപ്പിക്കുക. தேவ சித்தத்துக்கு படிப்பாட்டுகிறார். ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. இதுதான் தேவனுடைய ஆசீர்வாதம். അതിനുവേണ്ടി നമ്മളെ തെരഞ്ഞെടുത്തു. இதற்காக நம்மை தெரிந்து கொண்டார். പക്ഷേ നമ്മളെ കൊണ്ട് കഴിവില്ല. ஆனால் இதை செய்ய நமக்கு திறமை இல்லை. ദൈവം അതിനുവേണ്ടി ചെയ്തത് എന്താണ്? அதற்காக தேவன் செய்தது என்ன? മുമ്പേ ദൈവം തന്റെ ദാസനായ യേശുവിനെ അയച്ചു. முன்னதாக தேவன் தம்முடைய குமாரனாയ இயேசுவை அனுப்பி ഓരോരുത്തരും അവനവന്റെ അകൃത്യങ്ങളും തിരിക്കുന്നതിനാൽ அவனவனுடைய அக்கிரமத்தில் அவனை விடுதலையாக்கும்படி നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അയച്ചുമിരിക്കുന്നു. உங்களை ஆசீர்வதிக்கும்படி அனுப்பி இருக்கிறார். ദൈവത്തിന് സ്തോത്രം. നാം മുമ്പേ പറഞ്ഞല്ലോ, കർത്താവേ നിന്റെ അടുക്കലേക്ക് നിങ്ങളെ മടക്കി വരുത്തണമേ. ஆண்டவரே உம்மிடத்தில் எங்களை திருப்பி கொண்டு வாரும்.
ജാതികൾക്കും കഴിയില്ല, യഹൂദനും കഴിയില്ല. யூதனுக்கும் அது சாத்தியமில்லை, புறஜாதியானாலும் கூடாது. പ്രമാണം ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് സാധ്യമല്ല. பல பிரமாணங்கள் அவர்களுக்கு இருந்தால் அவர்களால் கூடாது. കർത്താവ് യാഗം കഴിച്ചതിന് പരിഹാരം ഉണ്ടാക്കി. கர்த்தரோ பலியானே அதற்கு ஒரு பரிகாரம் உண்டாக்கினார். ഇപ്പോൾ പറയാണ്, இப்பொழுது சொல்லுகிறார், കർത്താവേ എന്റെ വിലാപം നീ മാറ്റി എനിക്ക് നൃത്തമാക്കി തന്നു. கர்த்தாவே என் புலம்பலை ஆனந்த களிப்பாய் மாற்றி நீ എന്റെ രട്ട് നീ അഴിച്ച് 30-ാം സങ്കീർത്തനത്തിൽ നാം അത് വായിക്കുന്നു. വായിച്ചേ, 30-ാം സങ്കീർത്തനത്തിൽ നീ എന്റെ വിലാപത്തെ നീക്കി എനിക്ക് 11-ാം വചനം, എൻ പുലമ്പലെ ആനന്ദ കളിപ്പാക മാറ പണിനീർ. പുലമ്പൽ എന്ന് പറഞ്ഞ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. പുലമ്പൽ വേദാമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. നീ എന്റെ വിലാപങ്ങളെ മാറ്റി എനിക്ക് ആനന്ദ കളിപ്പാക മാറ്റി. മലയാളത്തിൽ വായിച്ചേ, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രട്ട് നീ അഴിച്ചു എന്നെ സന്തോഷം മുടിപ്പിച്ചിരിക്കുന്നു. എന്റെ രട്ട് ദുഃഖത്തിന്റെ ആധിക്യത്തിലാണ് ചാക്കുശീല ചുറ്റിക്കൊണ്ടാണ്. ദുഃഖം അധികമാകുമ്പോഴാണ് இந்த சாக்கை ரட்டை போர்த்துக் கொள்வார்கள். തലയിലും ദേഹത്തിലും ചാക്കുശീല ചുറ്റിക്കൊണ്ടിരിക്കുന്നു. തലയും ശരീരം മുഴുവൻ രട്ടുടുത്തി കൊണ്ടിരുന്നാൽ സാധാരണയുള്ള വസ്ത്രം കീറി സാധാരണമായി വസ്ത്രം കിളിത്ത് രട്ടുടുക്കുക എന്ന് പറഞ്ഞാൽ രട്ടை ഉടുത്തുവത് എന്ന് சொன்னால் ദുഃഖത്തിന്റെ ആധിക്യം, ദുഃഖത്തിൻ മിகுதியான അഴിച്ച് സന്തോഷം ഒടിപ്പിച്ചു. ஆனால் இங்கே சொல்லப்படுகிறது ரட்டை களைந்து போட்டு மகிழ்ச்சி எனும் கட்டினால் മഹത്വം ഉണ്ടാകട്ടെ, தேவனுக்கு மகிமையுண்டாகட்டும். നമുക്ക് ധൈര്യമായി പറയാൻ കഴിയും, நாம் தைரியமாய் சொல்ல முடியும், നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്നെ പുലമ്പലെ ആനന്ദ കളിപ്പായി മാറ്റി നീ എന്റെ രട്ട് അഴിച്ച് എന്നെ സന്തോഷം ഒടിപ്പിച്ചു, എന്റെ രട്ടை களைந்து போட்டு மகிழ்ச்சி எனும் கட்டினால் கட்டினீ. തെറ്റിവിടലുന്ന ആടുകളെ പോലെ ആയിരുന്നു. நாம் வழிதவறி போற ஆடுகளை போல இருந்தோம். இப்பொழுதோ ആത്മാക്കളുടെ ഉടമസ്ഥനും അധ്യക്ഷനും അതിന്റെ അടുക്കലേക്ക് മടക്കി വരുത്തിയിരിക്കുന്നു. ஆவிகளின் உடையவரும் கண்காணியானவரிடத்து திரும்ப வந்திருக்கிறோம். നമ്മുടെ ജീവിതത്തിൽ ആ വിലാപം കർത്താവ് മാറ്റി തന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവപുത്രൻ വന്ന് നമ്മുടെ രട്ടഴിച്ച് നമ്മെ സന്തോഷം ഒടിപ്പിച്ചു. ദൈവകുമാരൻ വന്ന് നമ്മെ രട്ടை അവിഴ്ത്ത് നമുക്ക് സന്തോഷം തന്നാർ. മാത്രമല്ല നമ്മുടെ വിലാപത്തെ മാറ്റി നമ്മെ ആനന്ദതയിലും കൊണ്ട് നമ്മുടെ പുലമ്പളെ മാറ്റി ആനന്ദ കളിപ്പை തന്നാർ. പിശാചിനെ ഭയപ്പെടേണ്ട, ഇനി പിശാചുക്ക് ഭയപ്പെട വേണ്ട, മരണത്തെ ഭയപ്പെടേണ്ട, മരണத்துக்கு பயப்பட வேண்டாம், പാപത്തെ ഭയപ്പെടേണ്ട, പാപத்துக்கு பயப்பட வேண்டாம், ഒരു ദുർമാർഗ്ഗത്തെയും ഭയപ്പെടേണ്ട, വേറെ പാപപ്രമാണத்துக்கு பயப்பட வேண்டாം, നാം ഭയപ്പെടേണ്ട, ഉലകത്തെ കണ്ട് ഭയപ്പെട വേണ്ടാം, നമ്മുടെ ജഡത്തിന്റെ തോൽവിയെ കുറിച്ച് ഭയപ്പെടേണ്ട, മാംസത്തിൻ തോൽവിയിനാൽ ഭയപ്പെട വേണ്ടാം. എല്ലാത്തിലും കർത്താവ് നമ്മെ വിടുവിച്ചു, എല്ലാവற்றிൽ നിന്ന് വിടുതലയാക്കിനാർ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് നമ്മെ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. ஆகவேதான் நமக்கு பெயர் புதிய சிருஷ்டி. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. ഒരുവൻ ക്രിസ്തുവിനാனால் അവൻ പുതിയ സൃഷ്ടിയായിരിக்கிறார். എല്ലാം ഒഴിഞ്ഞുപോയി, പഴയവകൾ എല്ലാം ഒഴിഞ്ഞു പോയിன. കൺവെൻഷൻ സംബന്ധിച്ചതിന് ശേഷം இந்த കൺവെൻഷനിൽ കലந்து കൊണ്ടபடியால் മടങ്ങി പോകുമ്പോൾ திரும்ப പോകുമ്പോൾ നിങ്ങളുടെ പഴയ കെട്ടും ഭാണ്ഡവുമായിട്ട് പോകരുത്. കട്ടുകളോട് പഴയ സാക്കുകളോട് പോക വേണ്ടാം. നിങ്ങൾക്ക് ഭാരമുണ്ടാക്കും, അത് உங்களுக்கு ഭാരമുണ്ടാക്കും. തമ്മിൽ ക്ഷമിക്കാനും സ്നേഹിക്കാനും പഠിക്കുക. ഒരുവരെ ഒരുവർ നേസിക്ക പഠിയുங்கள். ദൈവരാജ്യത്തിലാണ് നാം വന്നിരിക്കുന്നത്. നാം ദൈവന്റെ രാജ്യത്തിൽ വന്നിരിக்கிறோம். പഴയ ബലാത്കാരം ഇനി നമ്മുടെ കയ്യിൽ ഇരിക്കാൻ, പഴയ ബലവന്തം കയ്യിലിരുക്ക വേണ്ടാം. ബലാത്കാരം പോസിറ്റീവ് ബലാത്കാരികളായിരിക്കും. ஆனால் தேவனுடைய ராஜ்யத்துக்கு ஏற்ற பலவந்தம் பண்ணுகிறவர்களாயிருப்போம். ദൂഷണം പറഞ്ഞോട്ടെ, നാം അനുഗ്രഹിച്ചേക്കാം. மற்றவர்கள் தூஷணம் செய்தால் நாம் ஆசீர்வதிப்போம். ദോഷം ചെയ്തോട്ടെ, നന്മ ചെയ്തുകൊള്ളണം. அவர்கள் தீமை செய்தால் நாம் நன்மை செய்வோம். അങ്ങനെയാണ് നാം തിന്മയെ ജയിക്കുന്നത്. இவ்விதமாக தான் தீமை ஜெயிக்க வேண்டும். കർത്താവ് പറയാണ്, கர்த்தர் சொல்லுகிறார், ജയിക്കുന്നവൻ എന്നോടുകൂടെ എന്റെ സിംഹാസനം, ஜெயங்கொள்ளுகிறவன் என்னோடு என் சிங்காசனத்தில் இருப்பான். ഓരോ ദിവസവും നമുക്ക് ജയമാക്കി മാറ്റണം. ஒவ்வொரு நாளும் ஜெயமாய் மாற்ற வேண்டும். നിങ്ങൾ അതിനുവേണ്ടി ഹോംവർക്ക് ചെയ്യണം. அதற்காக நீங்கள் ஹோம்வொர்க் செய்ய வேண்டும். നിങ്ങൾ അതിനുവേണ്ടി മെനക്കെടണം. அதற்காக பிரயாசப்பட வேண்டும். കുഞ്ഞുങ്ങളെ കൊണ്ട് തിന്മയ്ക്ക് വരെ നന്മ ചെയ്യിക്കണം. உங்கள் பிள்ளைகளை தீமைக்கு பதிலாக நன்மை செய்ய படிப்பீர்கள். ആരാധനയ്ക്ക് വരുമ്പോൾ കലക്കം ഉണ്ടാക്കി കുഴപ്പമുണ്ടാക്കിയിട്ട് പോകരുത്. கூட்டத்துக்கு வந்து கலக்கம் உண்டாக்கி போக கூடாது. പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്, പല പിന്നണിയിൽ നിന്ന് വന്നവர்கள். എന്തെങ്കിലും തിന്മ കണ്ടാ അത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കരുത്. ஏதாவது ஒரு தீமையை பார்த்தால் அதை உயர்த்தி பிடிப்பது. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കും. அன்பு திரளான குற்றங்களை மூடும். തമ്മിൽ സ്നേഹിക്കാൻ നമ്മെ വിളിച്ചു. ஒருவரை ஒருவர் நேசிக்கும்படி அழைத்தார். ക്രിസ്ത്യാനിത്വത്തിന്റെ വിലയില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ஏன் கிறிஸ்துவத்துக்கு விலையில்லாமல் போகிறது? ഗൗരവമായ കാര്യത്തിന് അവർ വില കൊടുക്കുന്നില്ല. முக்கியமான காரியங்களுக்கு முக்கியத்துவம் தருவதில்லை. വില കുറഞ്ഞതിനും താൽക്കാലിക ലാഭത്തിന് വേണ്ടി പോയിട്ടാണ്. தாழ்வான மிக விலை குறைந்த காரியங்களை கையிலெடுத்து സൗജന്യമായി ദൈവം നമുക്ക് തന്നതിനെ, இலவசமாய் தேவன் தந்தவைகளை. കൊരിന്ത്യലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ഒരു വാർത്ത ഉണ്ട്. കൊരിന്ത്യർ ഇങ്ങനെ പറയുന്നു, 2:12 2-ാം അധികാരം 12-ാം വചനം, നാം ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ഉലകത്തിൻ ആവിയെ നാം പെരാமல் പിന്നെ ഏതാത്മാവിനെ പ്രാപിച്ചു, പിന്നെ എന്താവിയെ பெற்றிருக்கிறோம், that we may know the things that are freely given by the Lord. தேவன் நமக்கு இலவசமாய் அளித்தவைகளை அறியும்படி தேவனால் அருளப்பட்ட ஆவியை பெற்றிருக்கிறோம். freely എന്ന് പറഞ്ഞാൽ എന്താണ്? அது இலவசமாய் தரப்பட்டது என்றால் വിലയില്ലാതെ സൗജന്യമായി തന്നു. விலை இல்லாமல்
இலவசமாய் தந்தது. ഫ്രീലി എന്ന് പറഞ്ഞാൽ എന്താണ്? ஃப்ரீலி என்று சொன்னால் என்ன? അളവില്ലാതെ സമൃദ്ധിയായി തന്നത്. அளவே இல்லாமல் அளவில்லாமல் கொடுத்தது. ഇത് അറിയാനാണ് ഇവിടെ വന്ന ആത്മാവിൽ നിറയുന്നത്. இதற்காகத்தான் நீங்கள் ஆவியில் நிரம்புகிறீர்கள். ആത്മാവിൽ നിറഞ്ഞ് ബൈബിൾ അങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ ഉടനെ വഴക്ക് തുടങ്ങും. ஆவில் நிரம்பி முடித்து வேதாமதி முடித்து வைத்தால் உடனே சண்டை, ഉടനെ പൊളിറ്റിക്സ് പറയാൻ തുടങ്ങും, மறுபடியும் அரசியல் பேசுகிறோம், ഉടനെ ജാതി പറയാൻ തുടങ്ങും, ஜாதி பேசுகிறோம், പിന്നെ അയൽവക്കാർ തമ്മിൽ കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങും, பக்கத்தில் இருக்கிறோடு பிரச்சனை உண்டாக்குகிறோம். നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചവരാണ്. நம்ம அப்படியே படித்து விட்டோம். നാം ആയിരിക്കും ദൈവരാജ്യത്തിന് അത് യോഗ്യമല്ല. இது தேவனுடைய ராஜ்யத்துக்கு தகுதியானது. നിങ്ങൾ അതിന് വില കൊടുക്കാൻ ഒരുക്കമുള്ളവരായിരിക്കണം. நீங்கள் கிரயம் தர ஆயத்தமாயிருக்க வேண்டும். നിങ്ങളൊരു നല്ല വാഹനം മേടിച്ചാൽ, உங்களுக்கு ஒரு நல்ல வாகனம் கிடைத்தால் അത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യണം. அது நீங்கள் சரியாக உபயோகிக்க வேண்டும். അത് സർവീസ് നടത്തണം, சர்வீஸ் செய்ய வேண்டும், അതിന് പെട്രോൾ ഒഴിക്കണം, பெட்ரோல் ஒழிக்க வேண்டும். അതൊക്കെ ചെയ്തില്ലെങ്കിൽ 3 മാസം കൊണ്ട് പാട്ടായി പോവാണ്. அது அப்படி செய்யாவிட்டால் 3 மாதத்தில் இல்லாத போகும். 87,000 രൂപയുടെ മോട്ടോർ സൈക്കിള്, 87,000 உள்ளதான ஒரு மோட்டார் சைக்கிள். അത് പായുന്ന പാച്ചില് കണ്ടാല്, அது போகிற வேகத்தை பார்த்தால் നിർത്തുമ്പോ അതൊന്ന് നോക്കണം. അതേലോ அவர்கள் போகிற வேகத்தை பார்க்கவும். വെള്ളം കണ്ടിട്ടില്ല, അത് தண்ணீர் பார்க்கவில்லை, തുടച്ചിട്ടില്ല, துடைக்கவில்லை. നാണം കേടെന്ന് പറഞ്ഞാൽ வெட்கக்கேடான காரியம். അങ്ങനെയാണോ നിങ്ങളുടെ പുതിയ ജീവിതവും? உங்களுடைய புதிய வாழ்க்கை அப்படி இருக்கிறது. ഞാനൊക്കെ എടുത്ത് അഭിഷേകം പ്രാപിച്ച് സൂപ്പറായിട്ട് തുടങ്ങിയിട്ട് அபிஷேகம் பெற்று நல்ல விதத்தில் வாழ்க்கையை தொடங்கி ഹോംവർക്ക് ചെയ്യാതെ ആകെ നാശം ഉണ്ടാക്കി, செய்ய வேண்டியதான் அந்த ஹோம்வொர்க் செய்யாதபடிக்கு ஜீவன் கெட்டு ഹോംവർക്ക് கிடக்கிறது. 12ാം അധ്യായത്തിലെ വാക്യം എടുത്ത് ശരിക്കും വായിക്കണ്ടേ? അവർ നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിടുക. நேரம் இல்லாதபடினால் உங்களுக்கு வீட்டில் போய் வாசிக்கும்படி சொல்லுகிற ரோமர் 12ஆம் அதிகாரத்தை சரியாய் படித்து பாருங்கள். നന്മയാൽ തിന്മയെ ജയിക്കും, நன்மையினால் தீமையை ஜெயிக்க வேண்டும், തിന്മയോട് തോക്കരുത്. திண்மையோடு கூட எதிர்த்து நிற்க வேண்டும். KG ക്ലാസ് പഠിക്കുന്ന കുട്ടികളും പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ മമ്മി പാസ്സായെന്ന് പറഞ്ഞാൽ അവരും KG படிக்கிற பிள்ளைகளும் கூட பரீட்சை முடிந்து வரும் பொழுது மம்மி பாஸ் ஆனேன் என்று சந்தோஷமாய் வருகிறார்கள். വെളിയിൽ സന്തോഷം പറഞ്ഞ IAS പാസ്സായച്ചു വരുന്ന പോലെ ഉണ്ട്. அவர்கள் சொல்லுகிறதை பார்க்கும் பொழுது IAS படித்து பாஸ் ஆகிறது போல ഈ KG ക്ലാസ് പാസ്സായിട്ടാ വന്നിരിക്കുന്നത്. அவர்கள் KG வகுப்பு தான் பாஸ் ஆயிருக்கிறார்கள். മമ്മി ഫെയിലായി, அதே KGயில் ஃபெயில் ஆகும் பொழுது அழுது கொண்டு வருகிறார்கள். മമ്മി നിലവിളിക്കും, വീടെല്ലാം നിലവിലും കഞ്ഞി വെക്കല പാട്ട് പറയാം. அது தாயும் சேர்ந்து அவர்களோட அழுது வீட்டுல ஒன்னும் சமைக்கிறதும் இல்லை. ആ കൊച്ചു അടുത്ത ക്ലാസ്സിൽ പോകാൻ ഒക്കെയല്ല, அவர்கள் அனி அடுத்த வகுப்பு போக முடியாது. KG ക്ലാസ്സിലാണെങ്കിലും പാസ്സായെങ്കിലും അടുത്ത ക്ലാസ്സിൽ പോകാൻ. KG ஆனாலும் பாஸ் ஆனால் தான் அடுத்த வகுப்பு. പാസ്സായി IASന് പാസ്സാകുന്ന അനുഭവം. அவர்கள் இப்படி ஜெயித்து IAS ஜெயிப்பார்கள். KG ക്ലാസ്സിലുള്ള കൊച്ചിനെ ആരെങ്കിലും കളക്ടറാക്കുമോ? KG படித்த ஒரு பிள்ளை கலெக்டர் ஆக முடியுமா? IAS പാസ്സാകുന്ന കൊച്ചിനെ നിലത്തിരുത്തിലേക്കല്ല വിടുന്നത്. IAS പഠിக்கிறதான பிள்ளை நடுத்தரில் விடுகிறது இல்லை. IAS പാസ്സാകുന്നവൻ കളക്ടറായി പോകും. IAS படிக்கிறவன் கலெக்டர் ஆவான். KG ക്ലാസ് പഠിക്കുന്ന 1ാം ക്ലാസ്സിലോട്ട് പോകും. KG முடித்தவன் 1ஆம் கிளாஸ் போவான். ദൈവരാജ്യത്തിലും ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട്. தேவனுடைய ராஜ்யம் இது போல அனுபவம். ദൈവം തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് നിലനിർത്തിക്കൊള്ളും. தேவன் தந்ததான அந்த ஸ்தானத்தை நிலைநிறுத்தி ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും, உன் சந்ததியில் ஆசீர்வதிக்கப்படும் என்று ദൈവം അബ്രഹാമിനോട് അരുളി, தேவன் ஆபிரகாமுக்கு சொல்லி, പിതാക്കന്മാരോട് നിയമത്തിന്റെയും പ്രവാചകന്റെയും മക്കൾ നിങ്ങൾ, യു ആർ ദാറ്റ് സീഡ്. பிதாக்களோடு செய்த உடன்படிக்கைக்கும் தீர்க்கதரிசிகளுக்கும் புத்திரராய் இருக்கிறீர்கள். നന്മ കൊണ്ട് തിന്മയെ ജയിക്കാനായ ഒരു ചലഞ്ച്, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കും. நன்மையினால் தீமை ஜெயிக்கும்படியான ஒரு சவால் நமக்கு ഒരു முன்பாயிருக்கிறது. ജയകരമായ ജീവിതം ചെയ്യാൻ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കണം. ஜெயமான ஜீவிக்கும்படி பிள்ளைகளை பயிற்சி தாருங்கள். കള്ളം പറയാതെ, വഴക്കുണ്ടാക്കാതെ, തിന്മ ചെയ്യാതെ പഠിക്കാൻ അവരെ അഭ്യസിപ്പിക്കണം. பொய் சொல்லாமல், சண்டை போடாமல், பிரச்சனை உண்டாக்காமல் வளர அவர்களை சொல்லிக் கொடுங்கள். വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോൾ ലോകത്തിലുള്ളവരുടെ എല്ലാം ദൂഷണം വീട്ടിലിരുന്ന് പറയുന്നു. வீட்டிலே உலகத்தில் நடக்கிறவருடைய அந்த கேடான வார்த்தைகள் வீட்டில் உபயோகிக்கூடாது. വീട് ദൈവഭവനമാണ്. முதலாவது உங்கள் வீடு தேவனுடைய നിങ്ങൾ வீடாயிருக்கும். ദൂഷണം പറയുകയും വേണ്ടാത്ത കാണിക്കുകയും ചെയ്യും, കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. நீங்கள் தேவையில்லாத கெட்ட வார்த்தைகளை பேசினால் தேவ சமூகம் இழந்து போகும். രണ്ടാമത് നിങ്ങൾ പറയുന്നതെല്ലാം ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് കുട്ടികൾ അത് പകർത്തിയെടുക്കും. நீங்கள் எடுக்கிறதான சகல காரியங்களும் உங்களுடைய பிள்ளைகள் அப்படியே அதை பின்பற்றுவார்கள். കുഞ്ഞുങ്ങളെ നിങ്ങൾ നാശമാക്കി വളർത്തിയിട്ട് நீங்கள் இப்படி கேடாக பிள்ளைகளை வளர்த்தி അപ്പച്ചാ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാകും. இங்க வந்து அப்பச்சா ஜெபிங்கள் என்று சொன்னால் பிரயோஜனம் இல்லை. ദൈവം വിടുതൽ കൊടുത്താലും നിങ്ങൾ പിന്നെ അതാണ് അഭ്യസിപ്പിക്കുന്നത്. எவ்வளவு சொல்லிக் கொடுத்தாலும் மறுபடியும் அதைத்தான் சொல்லுகிறீர்கள். ആരുടെയും കുറ്റവും ദൂഷണവും വീട്ടിൽ സംസാരിക്കരുത്. ஒருவருடைய குற்றத்தையும் தூஷணம் வீட்டில் பேசாதிருங்கள். വല്ലയിടത്തും കിടക്കുന്ന ഒന്നും വീട്ടിൽ കൊണ്ടുവരരുത്. எங்கேயோ கிடப்பதை வீட்டுக்குள் கொண்டு வர வேண்டாம். ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവം നമ്മെ സമൃദ്ധിയായ അനുഗ്രഹത്തിന് വേണ്ടി വിളിച്ചു. தேவன் நிறைவான ஆசீர்வாதத்துக்காக நம்மை அழைத்தார். ഇതെങ്ങനെ നാം പ്രാപിക്കും? இதை நாம் எப்படி பெற்றுக்கொள்வோம்? എങ്ങനെയാ പ്രാപിക്കുന്നത്? எப்படி பெற்றுக்கொள்ள முடியும்? നമുക്ക് നല്ല സുവിശേഷമുണ്ട്, കൺവെൻഷനുണ്ട്, நல்ல சுவிசேஷ கூட்டமுண்டு, கன்வென்ஷன் உண்டு. അടുത്ത ഒരു ദിവസം മാഗസിൻ എടുത്ത് നോക്കിയാൽ, அடுத்த நாள் பத்திரிகை எடுத்து பார்த்தால், അയ്യോ നല്ല സൂട്ടൊക്കെ ഇട്ട്
നല്ല ആഡംബരമായിട്ട് വിശുദ്ധ നാടുകളിൽ കൂടെയുള്ള യാത്ര. വിശുദ്ധ നാട് அடுத்த நன்றாக ஆடம்பரமான வஸ்திரங்களை தரித்து புண்ணிய பயணம். ഒരാൾ യോർദാനിൽ മുങ്ങുന്നു. ஒருவர் யோர்தானுக்கு போய் ஸ்நானம் எடுக்கிறார். അപ്പോഴേ ആ ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ആകർഷിക്കപ്പെടുക. அந்த வஸ்திரத்தை கண்டால் எல்லாரும் கவர்ந்தெழுக்கப்படுகிறார். യോർദാനിൽ മുങ്ങിയിട്ടായാലും ഒരു ഗുണമില്ല. நீங்கள் யோர்தானில் முங்கினாலும் பிரயோஜனமில்லை. വിശുദ്ധ നാടുകളിൽ പോയിട്ട് പണം ചെലവഴിക്കാന്നല്ല. புனித பயணமாக இஸ்ரேல் நாடுகளுக்கு போய் பணம் செலவழிக்கிறதால் பிரயோஜனமில்லை. കാശുണ്ടാക്കാനുള്ള വഴി മനുഷ്യനുണ്ടാക്കാം. பணத்தை உண்டாக்கும்படிதான் அப்படி காரியங்களை செய்கிறார்கள். നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ യോർദാൻ അനുഭവം ഇവിടെ നിങ്ങൾക്ക് തരിക. நீங்கள் இருக்கிற இடத்திலே யோர்தான் அனுபவத்தை தேவன் தருகிறார். വീട്ടിൽ നിങ്ങളുടെ ആരാധനയിൽ വരുമ്പോൾ ആ ദൈവിക അന്തരീക്ഷം ഇവിടെ ലഭിക്കുക. உங்கள் வீடிலோ ஆராதனைக்கோ கடந்து வரும்பொழுது தெய்வீக ஒரு சூழ்நிலையை நீங்கள் அனுபவிக்கலாம். കാശ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ അത് അവിടെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. பணம் அதிகமா இருக்கிறபடினால் அங்க போக வேண்டிய கட்டாயம் இல்லை. ഇപ്പൊ പാസ്റ്റർമാരുടെ എല്ലാം മേലെ വിശുദ്ധ നാടുകളിൽ കൂടെ എല്ലാം കൊണ്ടുപോയി വരികയാണ്. இப்படி இப்பொழுது சில பாஸ்டர்மாருடைய வேலை இப்படி புனித யாத்திரையா எல்லாரும் கொண்டு நடக்கிறார்கள். അപ്പൊ കാശുണ്ടാക്കാനുള്ള നല്ല വഴി, அது பணம் சம்பாதிக்கக்கூடிய வழி. യോർദാനിൽ മുങ്ങിയാലും யோர்தானில் முங்கினாலும் ചൊവ്വന് ജീവിച്ചില്ലെങ്കിൽ യാതൊരു ഗുണമില്ല. செவ்வையாய் ஜீவிக்காவிட்டால் பயனில்லை. ദൈവം എന്താ ചെയ്തത്? നമ്മൾ ആയിരിക്കുന്നിടത്ത് നമുക്കത് വീട്ടിൽ കൊണ്ടു തരിക. ஆண்டவர் என்ன பண்ணுகிறார்? நாம இருக்கிற இடத்திலே தேவன் அந்த அனுபவத்தை தருகிறார். നമുക്ക് തിരുവചനം തന്നു, வேதத்தை தந்தார், ദൈവത്തോട് നമ്മെ ബന്ധിപ്പിക്കും, தேவனோடு இணைக்கிறார். അനുഗ്രഹത്തിന്റെ അവകാശമെല്ലാം നമുക്ക് തരിക. ஆசீர்வாதத்தின் வாசல் திறந்தது இருக்கிறார். എങ്ങനെയാണ് നാം അനുഗ്രഹം പ്രാപിക്കുന്നത്? எவ்விதம் ஆசீர்வாதம் பெறுகிறோம்? മുമ്പേ ദൈവം തന്റെ ദാസനായ യേശുവിനെ അയച്ചു തന്നു. நம்முடைய தாசனாய் இயேசு முன்னதாய் அனுப்பி ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങൾ തിരിക്കുന്നതിനാൽ, ஒருவனை அவருடைய அக்கிரமத்தில் திருப்புவதினால் നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അയച്ചുമിരിക്കുന്നു. உங்களை ஆசீர்வதிக்கும்படி அனுப்பி இருக்கிறார். ഓരോരുത്തരും അവനവന്റെ അകൃത്യങ്ങളുണ്ട്. ஒவ்வொருவனுக்கு அவனுடைய அக்கிரமம் உண்டு. അത് മറ്റൊരുത്തരുടെ അടുക്കൽ പോകാതെ തന്നെ കർത്താവുമായിട്ട് നിങ്ങൾ സെറ്റിൽ ചെയ്തോളണം. நமக்களுடைய பிரச்சனைகளை வேறொருவிடத்தில் செல்லாதபடிக்கு ஆண்டவருக்கு முன்பாய் சரி செய்து கொள்ள வேண்டும். അകൃത്യങ്ങൾ ജീവിക്കുന്ന ഒരുത്തനും നന്മ വരികയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. அக்கிரமத்தில் ஜீவிக்கிற ஒருவனிடத்தில் நன்மை புறப்படாது. ദൈവത്തിന് സ്തോത്രം. നമ്മെ വിശുദ്ധന്മാരാക്കേണ്ടതിനാൽ, നമ്മை பரிசுத்தவான்களாக்கும்படி പരിശുദ്ധാത്മാവിനാലും വചനത്താലും എല്ലാം നമ്മെ വിശുദ്ധീകരിച്ച്, பரிசுத்தாவினாலும் வசனத்தினாலும் நம்மை சுத்தமாக்கி ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരാക്കി നമ്മെ മാറ്റി, தேவனுடைய ராஜ்யத்தை ஏற்றவர்களாய் மாற்றுகிறார். ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മെ മടക്കി വരുത്തി, தேவனுடைய அருகாமையில் நம்மை கொண்டு செல்லுகிறார். വേദപുസ്തകത്തിൽ വിലാപങ്ങളുടെ പുസ്തകം ഇരുന്നോട്ടെ, வேதாகமத்தில் புலம்பல் இருக்கட்டும். നിങ്ങളുടെ ജീവിതത്തിൽ വിലാപത്തിന്റെ പുസ്തകം ഇനി ഉണ്ടാകരുത്. இனி உங்கள் வாழ்க்கையில புலம்பல் வேண்டாம். നീ എന്റെ അഴിച്ച് എന്നെ സന്തോഷം കൊടുക്കും, இரட்டை அவிழ்த்து என்னை ஆனந்த களிப்புண்டாக்கினீர். എന്റെ വിലാപത്തെ മാറ്റി എനിക്ക് നൃത്തമാക്കി തീർക്കും. என்னுடைய புலம்பலை மாற்றி ஆனந்த களிப்பாக்கினீர். അതാണ് ദൈവസന്നിധിയിലെ സന്തോഷം. அதுதான் தேவ சமூகத்தில் இருக்கிற சந்தோஷம். ദൈവത്തിന് സ്തോത്രം. ஸ்தோத்திரம். കർത്താവ് നമ്മുടെ അഴിച്ച് മാറ്റി വിലാപത്തെ മാറ്റി നൃത്തമാക്കി സന്തോഷമാക്കി തന്നതിനായി സ്തോത്രം ചെയ്യാം. ஸ்தோத்திரம் 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 ஸ்தோத்திரம். ആത്മാക്കളുടെ ഉടമസ്ഥനും അധ്യക്ഷന്മാരുടെ അടുക്കിലേക്ക് മടക്കി വരുത്തിയതിനായി സ്തോത്രം ചെയ്യാം. ஸ்தோத்திரம் 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 ஸ்தோத்திரம். അപ്പൊ വിശുദ്ധ നാടുകളിൽ പോകണ്ടെങ്കിൽ, இந்த புதிய நாடுகளுக்கு போக வேண்டாம் என்றால், അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്? ஆசீர்வாதம் எப்படி பெறுவதும்? അതിനാണ് യേശുവിനെ നമുക്ക് തന്നത്. அதற்காக தான் இயேசுவை நமக்கு தருகிறார். യേശു നമുക്ക് ആരാണ്? இயேசு நமக்கு யார்? അവൻ നമ്മുടെ ജീവനാണ്. அவர் நம்முடைய ஜீவன். യേശു നമുക്ക് ആരാണ്? இயேசு நமக்கு யார்? ദൈവനെ മരിച്ചവനെ ഉയർപ്പിച്ച് അവനെ നമുക്ക് തലയായി തന്നു. மரித்தோரிலிருந்து தேவன் அவரை எழுப்பி நமக்கு தலையாய் தந்தார். അവനാണ് നിങ്ങളുടെ തല. அவர்தான் நம்முடைய தலை. ആ തലയെ മുറിവ് പിടിച്ചോളണം. அந்த തலை உறுதியாய் பிடிக்கவே, തലയെ മുറിവ് പിടിച്ചോളുമ്പോൾ, அந்த തலை ഉறுதிയായി പറ്റിക്കൊള്ളുമ്പോൾ, നാം തീരെ വയ്യാതിരിക്കുമ്പോഴേ നമുക്ക് முடியாமல் നോർമൽ ആഹാരം കഴിക്കാൻ വയ്യ, സാധാരണ ഭക്ഷണം കഴിക്കാൻ വയ്യാന്ന് വിചാരിക്കാം. சாதாரண ஆகாரம் புசிக்க முடியாமல் இருக்கலாம். ഉടനെ ഒരു ബൂസ്റ്റ് തരും. ബൂസ്റ്റ് உடனே நம்மை பலப்படுத்தும்படி ஒரு பூஸ்ட் கொடுக்கிறார். എന്തെങ്കിലും ഒന്ന് കലക്കി കുടിക്കും. அது கலக்கி கொடுப்பார்கள். അതുപോലെ തന്നെ തീരെ വയ്യാതെ ക്ഷീണിച്ചിരിക്കുമ്പോ ഒരു ഇഞ്ചക്ഷൻ തരും. சரீரம் சொற்றும் இயலாமல் முடியாமல் இருக்கும் பொழுது ஒரு இன்ஜெக்ஷன் கொடுப்பார்கள். ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന രോഗിയെ നിങ്ങൾ ഐസിയുയിൽ പോയി കണ്ടാൽ, ஆபரேஷன் முடிந்து கிடக்கிறதான ஒரு வியாதியஸ்த நீங்கள் ஐசியூ வார்டில் பார்த்தால், സ്റ്റാൻഡിൽ ഒരു 7 ബോട്ടിൽ തൂക്കിയിട്ട്, ஒரு ஸ்டாண்டில் ஒரு 7 பாட்டில் அங்க தொங்கி இருக்கும். അതെല്ലാം കൂടെ ഒരു ഇതുകൊണ്ട് പൈപ്പ് കൊണ്ട് കണക്ട് ചെയ്ത്, அவைகள் எல்லாம் ஒரு பைப்பினால் கனெக்ட் செய்து കമ്പ്യൂട്ടറിൽ കൂടെ கம்ப்யூட்டர் மூலமாய் നിങ്ങളുടെ ബ്ലഡിലോട് കണക്ട് ചെയ്യും. இந்த பிளட்டிலே சேர்க்கப்பட்டது. അങ്ങനെ ഒരു ചെറിയ കൊമള വരുന്ന കാണാം. அந்த இடத்துல ஒரு பபிள் வரும். ഒരു തുള്ളി ആ ബോട്ടിൽ നിന്ന് ഇങ്ങനെ വരിക. ஒவ்வொரு துளி துளியா அதிலிருந்து வரும். നിങ്ങൾ ആ ഒരു തുള്ളി എടുത്ത് പരിശോധിച്ചാൽ, நீங்கள் அந்த ஒரு துளி எடுத்து பார்த்தால், അതിനകത്ത് നിങ്ങൾക്ക് ആഹാരമുണ്ട്, அதில் ஆகாரம் உண்டு, അതിനകത്ത് നിങ്ങൾ ഗ്ലൂക്കോസ് ഉണ്ട്, குளுக்கோஸ் உண்டு, അതിനകത്ത് നിങ്ങൾക്ക് ബ്ലഡ് ഉണ്ട്, அது பிளட் இருக்கும், അതിനകത്ത് മെഡിസിൻ ഉണ്ട്, மெடிசன் இருக்கும், അതിനകത്ത് ആന്റിബയോട്ടിക്
ആന്റിബയോട്ടിക് ഉണ്ട്, ആന്റിബയോട്ടിക് ഇരിക്കും, പിന്നെ വേണ്ടതൊക്കെ അതിനകത്തുണ്ട്. தேவையான சகலம் உண்டாயிருக்கும். അതിനാണ് നറിഷ്മെന്റ് എന്ന് പറയുന്നത്. இதுதான் சரியான ஒரு போஜனம் என்று അതിൽ சொல்லுகிறது. നിന്നുള്ള പോഷണം. சரியான ஒரு ஆகாரம். ഞാൻ ഒരിക്കൽ വേദനയായി കഷ്ടപ്പെടുമ്പോൾ, நான் ஒரு முறை கஷ்டப்படும் பொழுது കർത്താവിന് എന്നോട് നിന്റെ തലയ്ക്ക് മേലെ ഒരു ബോട്ടിലില്ലേ എന്ന് ചോദിച്ചു. ஆண்டவர் என்று சொன்னார், உன் தலை மேலே ஒரு பாட்டில் இல்லையா? എന്താ ബോട്ടില്? என்ன பாட்டில்? യേശു. യേശു. ആ യേശുവിൽ എന്താ ഉള്ളത്? அந்த இயேசுவுக்கு என்ன இருக்கிறது? കൊലോസ്യർ 2:9-10 വായിച്ചേ. കൊലോസ്യർ 2:9-10 വാസിയുங்கள். അവനില്ലല്ലോ ദൈവത്തിന് സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവന് നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവനെ തലയായി തന്നു. അവൻ നമ്മെ തലയായി തന്നു. അവനെ മരിച്ചവരിൽ എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തു. ദേവൻ അവരെ മരിച്ചോളിൽ എഴുപ്പി അവർ മഹിമയെ തന്നു. പ്രാപിച്ചപ്പോൾ അവന്റെ ശരീരം, നിങ്ങൾ അവന്റെ ശരീരം, നിങ്ങൾ അഭിഷേകം പെറ്റപ്പോൾ നിങ്ങൾ അവരുടെ ശരീരം ഓരോരുത്തരും വേറെ ശരീരത്തിന്റെ അവയവമാകുന്നു. ഒവ്വൊരുവരും ശരീരത്തിന് അവയവങ്ങളാകും. അവ യേശു നമുക്ക് തലയാണ്. യേശു നമുക്ക് തലയായിരിക്കും. തലയിൽ എന്താ ഉള്ളത്? തലയിൽ എന്നെ இருக்கிறது. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദൈവത്വത്തിൻ പരിപൂർണമെല്ലാം ദേഹരൂപമായി അവനിൽ വസിക്കുന്നു. ശരീരപ്രകാരമായി അവരുക്കുൾ വാസമായിരിക്കുന്നു. അവനിൽ കൊണ്ടുവന്നു. നിങ്ങളെ അവരുക്കുൾ കൊണ്ടുവന്നു. അവനെ കൊണ്ടുവന്നപ്പോൾ അവരുക്കുൾ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ പരിപൂർണരായിരിക്കും. നിങ്ങൾ നിറയുള്ളവരാണീர்கள். ഇത്രയൊക്കെ ആയിട്ടും ഇവളവാണ് പിற்பாடும் കണക്ഷൻ ഉണ്ട്, പക്ഷെ ലൈറ്റ് ഇല്ല. കണക്ഷൻ இருக்கிறது, ஆனால் வெளிச்சம் இல்லை. വീട്ടിനകത്തുനിന്ന് വെളിച്ചം ഇരുട്ട് മാറുന്നില്ല. വീട്ടിൽ இருக்கிற അന്ധകാരം മാറുகிறதில்லை. കാര്യം എന്താണ്? കാരണം എന്ന് സ്വിച്ച് ഓൺ ചെയ്യുന്നില്ല. സ്വിച്ച് ഓൺ பண்ணவில்லை. പിന്നെ യേശുവിനെ തേടുകയാണ്. മറുപടിയും യേശുவை தேடுகிறார். ആരെങ്കിലും വിശുദ്ധ നാടുകളിൽ എന്നെ ഒന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ, എങ്കിയായാലും இந்த പുനിത പയനമായി കൊണ്ടുപോனால், ജീവനപ്പച്ചനെ വിളിച്ച് സ്വർഗത്തിൽ നിന്ന് യേശുവിനെ ഒന്ന് വിളിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ, പരലോകത്തിൽ യേശുவை വിളിച്ച് കൊണ്ടുവന്നിരുന്നാൽ, അത് പറയരുതെന്ന് പറഞ്ഞിട്ട് പറയാണ്. അവിധം சொல்லக்கூடாது என்று சொல்லுகிறார். ഹൃദയത്തിലും വായിലും അങ്ങനെ പറയരുത്. உங்களுடைய ഹൃദയത്തിൽ വായിൽ அப்படி சொல்லக்கூடாது. എന്ത് ചെയ്യണം? என்ன செய்ய வேண்டும்? വചനം നിനക്ക് സമീപമായി, വചനം നമുക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. വായിലും ഹൃദയത്തിൽ ഇരിക്കവേ. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം. அதுதான் நாங்கள் உங்களுக்கு பிரசங்கிக்கிற விசுவாசத்தின் வசனம். വചനത്തോടുകൂടി എന്താ ഉള്ളത്? இந்த வசனத்தில் என்ன இருக்கிறது? ഞാൻ വാതിൽ മുട്ടുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടാൽ വാതിൽ തുറന്നാൽ, நான் வாசலை தட்டி கொண்டிருக்க ஒருவன் சத்தம் கேட்டு வாசலை திறந்தான், ഞാൻ അവനോടും അവൻ എന്നോട് കൂടി എത്താം. நான் உள்ளே பிரவேசித்து அவன் என்னோடு நான் அவனோடு போஜனம் பண்ணுவேன். നമുക്ക് തന്ന എന്തിനാണ്? ക്രിസ്തുവെ നമുക്ക് എതായി തന്നാൽ അവനാൽ ജീവിക്കേണ്ടത്, അവനാൽ ജീവിക്കുമ്പടി അവൻ നമുക്ക് ജീവനായിരിക്കും, അവൻ നമ്മുടെ ജീവനായിരിക്കും, നമുക്ക് തലയായിരിക്കും, അവൻ നമ്മുടെ തലയായിരിക്കും. അവനിൽ കൊണ്ടുവന്നു, നമ്മെ അവർക്കുள் കൊണ്ടുവന്നു. സർവസമ്പൂർണതയോടും പരിപൂർണതയോടും ബന്ധിപ്പിച്ചിരിക്കുന്നു. அந்த பூர்ணத்தோடு கூட நம்மை இணைத்திருக்கிறார். കൊലോസ്യർ 2:19-18 വായിക്കുമ്പോൾ, കൊലോസ്യർ 2:19 വാസിക്കും പൊழுது, തലയെ മുറുകെ പിടിച്ചുകൊള്ളുന്നില്ല. തലയെ ഉறுதியாய் പിടിத்துக் കൊള്ളുங்கள். തലയെ മുറുകെ പിടിച്ചുകൊള്ളുന്നില്ല. തലയെ ഉறுதியாய் പിടിப்பதில்லை. കൂട്ടായ്മ ഉണ്ടെന്ന് പറയാണ്, യേശുവിനോടുള്ള ബന്ധം സൂക്ഷിക്കുന്നില്ല. ഐക്യം എന്ന് சொன்னாலும் യേശുவோடு இருக்கிற அந்த உறுதியை பிடிப்பதில்லை. ഒരു കൈയുണ്ട് പിശാചിനെ പിടിക്കുക, ഒരു കൈയുണ്ട് ലോകത്തിലേക്ക് പോകുക. ഒരു കൈയിലെ പിശാച്, ഒരു കൈ ഉലകത്തെ. പിന്നെ യേശുവിന് എവിടെ സ്ഥാനമുള്ളത്? യേശുക്ക് എങ്ക ഇടം? ആ തലയെ മുറുകെ പിടിച്ചുകൊള്ളാം. തലയെ ഉறுதியாய் പിടിയുங்கள். തലയാവിന്നല്ലോ തലയിലിരുന്നല്ലവാ ശരീരം മുഴുവതും സന്ധികളാലും ഞരമ്പുകളാലും കണ്ണുക്കളാലും കട്ടുകളാലും ചൈതന്യം ലഭിച്ചു ഏകീഭവിച്ചു ഉദവി പെற்று ഇണക്കപ്പെട്ട് ദൈവികമായ വളർച്ച പ്രാപിക്കും. ദേവ വളർച്ചയാ വളർന്നേറുகிறோம். ദൈവത്തിന് സ്തോത്രം. പൂർണ്ണത എന്ന് പറയാറുണ്ട്. പൂർണ്ണം എന്ന് சொல்லுகிறோம். എന്തൊന്നിന്റെ പൂർണ്ണത എവിടുന്ന് കിട്ടും? ഉன்னுடைய പൂർണ്ണം എങ്ങിருந்து கிடைக்கும்? കർത്താവിനോട് നിങ്ങളെ ബന്ധിപ്പിച്ചതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, കർത്താവിനോട് ഇണൈത്തതിന് കാരണം എന്ന്, ദിവസം തോറും ഒരു നിമിഷം ഇവിടെ മരിക്കാൻ തുടങ്ങുന്ന പേഷ്യന്റിന് പോകുന്നതാണ് ഒരു പേഷ്യന്റ് ICU യൂണിറ്റിൽ നിന്ന് ആ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന പോലെ, ICU യൂണിറ്റിൽ ഇഞ്ചക്ഷൻ തരുന്നത് പോലെ, നാശത്തിലേക്ക് പോകുന്ന നമുക്ക്, അழிவுக்கு പോകുന്ന നമുക്ക് കർത്താവിനോട് നമ്മെ ബന്ധിപ്പിച്ച് കർത്താവിനോട് ഇണൈത്ത് ഈ തലയെ മുറുകെ പിടിച്ചുകൊള്ളണം. തലയെ ഉறுதியாய் പിടിക്ക വേണം. വചനം നിന്റെ ഹൃദയത്തിലും വായിലും ഉണ്ടായിരിക്കണം. വചനം ഹൃദയത്തിലും വായിലും இருக்க வேண்டும். അതാണ് വിശ്വാസത്താലുള്ള നീതീകരണം. அதுதான் விசுவாசத்தினால் வருகிற நீதிகരണം. വിശ്വാസത്താലുള്ള നീതിയോ ഈ വണ്ണം പറയുന്നു. വിശ്വാസത്തിനാൽ വരുகிற നീതി വിധമായി சொல்லுகிறது. യേശുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗ്ഗത്തിൽ പോകുന്നു? യേശുവെ ഇറക്കുമ്പടി ആർ പരലോകത്തിൽ ഏറുவது? യേശുവിനെ പാതാളത്തിൽ കയറ്റിക്കൊണ്ടുവരും ആർ പാതാളത്തിൽ പോകുന്നു പറയരുത്. യേശുവെ പാതാളത്തിൽ നിന്ന് யார் ஏற்றிக்கொண்டு வருது என்று சொல்ல வேண்டாம். പിന്നെ എന്ത് ചെയ്യണം? പിന്നെ என்ன செய்ய வேண்டும்? വചനം നിനക്ക് സമീപമായി, വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ഉൻ വായിലും ഹൃദയത്തിൽ இருக்கிறது. വാഗ്ദത്ത വചനം വായിച്ചിട്ട് മടക്കാനല്ല, വാഗ്ദത്ത വചനത്തെ വാസിച്ച് മടക്കുവതല്ല, വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. വാഗ്ദത്ത വചനത്തെ ഹൃദയത്തിൽ കാക്ക வேண்டும். അത് ഏറ്റു പറയാനൊക്കെ ഹൃദയത്തിൽ இருந்தாலே அறிக்கை செய்ய முடியும். ഏറ്റു പറഞ്ഞെങ്കിലേ നന്മ ഉണ്ടാകുള്ളൂ. அறிக்கை செய்தாலே நன்மை கிடைக்கும். ഒരു വിശ്വാസി എന്ന് പറഞ്ഞ്
മിനുക്കേട് കൊണ്ട് കാലം തള്ളരുത്. விசுவாசி என்று சொல்லி அமைதியா இருப்பதல்ல. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. യഹൂദനെന്നോ യാവനെന്നോ ഒരു വ്യത്യാസമില്ല. யூதனோ கிரேக்கனோ வித்தியாசமில்லை. തന്നോട് യാചിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്ക தன்னிடத்தில் கூப்பிடுகிற யாவருக்கும் பதில் அளிக்கும்படி സമ്പന്നനാണ്. அவர் ஐஸ்வര്യமுள்ளவர். വ്യത്യാസമില്ല, എല്ലാവർക്കും നൽകാൻ. ஒரு வித்தியாசம் இல்லாமல் எல்லாருக்கும் தருவார். മുറുകെ പിടിച്ചോളണം. அந்த தலையை உறுதியாய் பிடிக்க வேண்டும். വചനവും വാക്കും നമ്മുടെ ഹൃദയത്തിലിരിക്കണം. வசனமும் வார்த்தையும் இருதயத்தில் இருக்க வேண்டும். വചനമാണ് നമ്മെ നടത്തേണ്ടത്. அந்த வசனம் தான் நம்மை நடத்த ഓരോ வேண்டும். ദിവസത്തെ ജീവിതത്തിൽ നമുക്ക് ജയം തരുന്ന അതാണ്. ஒவ்வொரு நாளும் ஜீவித்த ஜெயம் தருவது அதுவே. ഇന്ന് തോൽവിയിൽ ഇന്ന് കള്ളം പറയാൻ സന്ദർഭം ഉണ്ടായി, പറയാതെ ദൈവം എന്നെ സൂക്ഷിച്ചു. இன்றைக்கு பொய் சொல்லும்படி ஒரு தருணம் வந்தது, தேவன் அதிலிருந்து என்னை காத்தார். ഇന്ന് തിന്മ വഴക്കുണ്ടാക്കേണ്ട സന്ദർഭം വന്നു. இன்னைக்கு தீமை செய்யும்படி சண்டை போட ஒரு சந்தர்ப்பம் இருந்தது. ദൈവം എന്നെ സഹായിച്ചു. தேவன் எனக்கு உதவி செய்தார். അങ്ങനെ നമുക്കൊരു പ്രാഗൽഭ്യം ഉണ്ടായിരിക്കും. அப்படி சொல்லும்படி ஒரு தைரியம் இருக்க வேண்டும். ഓരോ ദിവസവും നമുക്കൊരു ജയമാക്കി മാറ്റണം. ஒவ்வொரு நாளும் ஜெயமாய் மாற்ற வேண்டும். കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. பிள்ளைகளுக்கு அது சொல்லிக் கொடுக்க வேண்டும். മുമ്പേ ദൈവം തന്റെ ദാസനായ യേശുവിനെ അയച്ചു. முன்னதாக நம்முடைய தாசனாയ യേശുவை அனுப்பி ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളും തിരിക്കുന്നതിനാണ്. அவன் அக்கிரமத்திலிருந்து விடுதலையாக்கி നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അയച്ചുവരിക്കും. உங்களை ஆசீர்வதிக்கும் அனுப்பி இருக்கிறார். നമ്മളാണ് അനുഗ്രഹത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. நாம் தான் ஆசீர்வாதத்துக்காக தெரிந்து கொள்ளப்பட்டோம். നമുക്ക് ഇനി അനേക കാര്യങ്ങള് ഇതിന് പഠിക്കാനുണ്ട്. ഇതിൽ അനേക കാര്യങ്ങളിൽ നിന്ന് ചിന്തിക്കുക. സമയം പോയതുകൊണ്ട് തൽക്കാലം നമുക്ക് നിർത്താം. நேரமில்லாதபடியால் இப்பொழுது நிறுத்தலாம். യു ആർ ദാറ്റ്. നിങ്ങളെ അനുഗ്രഹം അനുഭവിപ്പാൻ ദൈവം വിളിച്ചു. நீங்கள் தான் அந்த ஆசீர்வாதம் அனுபவிக்கும்படி அளிக்கப்பட்டவர்கள். അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ, ஆபிரகாமின் சந்ததி என்று சொன்னால் പിതാക്കന്മാരോട് ചെയ്ത നിയമം ഉടമ്പടി എല്ലാം ഉണ്ട് അതിനകത്ത്. പിതാക്കളോട് ചെയ്ത ഉടമ്പടിക്ക് നിയമങ്ങൾ എല്ലാം ഉണ്ട്. ആ ഉടമ്പടി എന്ന് പറഞ്ഞാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യം. அந்த உடன்படிக்கை மிகவும் விசேஷமானது. ദൈവവചനം പഠിക്കുന്നവരാണല്ലോ, നമുക്കത് മനസ്സിലാക്കാം. நாமெல்லாம் வசனம் படிக்கிறவர்கள் தான் அதை புரிந்து கொள்ளலாம். നമ്മുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെ ഉറപ്പാക്കാൻ അധികം ശ്രമിച്ചു. ஆகவே உங்களுடைய அழைப்பின் தெரிந்துகளை உறுதிப்படுத்திக் கவனமாக എന്തിന് ഞാൻ പെന്തക്കോസ്ത് വന്നു? எதற்காக இந்த பெந்தெகோஸ்துகள் வந்தோம்? എനിക്ക് എന്ത് പ്രയോജനം? என்ன பிரயோஜனம்? കൂടുതൽ അടിവാങ്ങാൻ ഞാൻ പോവുകയാണോ അതോ ആ അനുഗ്രഹത്തിന് വേണ്ടി പോകും? வந்தபடினால கூடுதல் அக்கனை வாங்குவீர்களா இல்லாவிட்டால் ஆசீர்வாதமா? കണക്ക് പറയുന്ന ഒരു ദിവസമുണ്ട്. கணக்கு ஒப்புவிக்க வேண்டிய நாள் உண்டு. ചിലർക്ക് നല്ല ചുട്ടയാടി പൊരിഞ്ഞാടി കിട്ടും, അതിന് ഒരു കണക്കുമില്ല. சிலருக்கு சரியான ஒரு தண்டனை, சரியான ஒரு சிக்ஷை கிடைக்கும். അവർക്ക് ദൈവഭയമില്ല. அவருக்கு தேவ பயம் இல்லை. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ബോധമില്ല. சொல்லுகிற செய்கிற காரியத்தை குறித்து உணர்வே இல்லை. ഹൃദയത്തെ കഠിനപ്പെടുത്തി അങ്ങനെ 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 இருதய கடினத்தில் அப்படியே ஜீவிக்கிறார்கள். അതിനല്ല നമ്മെ വിളിച്ചത്. அதற்காக நம்மை அழைக்கவில்லை. നമ്മെ കഷ്ടം അനുഭവിച്ചു അതിനല്ല. நமக்காக ஆண்டவர் பாடுபட்டது அதற்காக அல்ல. അവനോട് കൂടെ അവകാശത്തിൽ കാണപ്പെടും. நாம் அவரோடு கூட சுதந்திரவாளியாய் காணப்படும். കൺവെൻഷൻ മൂലം ഒരു വലിയ വിടുതലും അനുഗ്രഹം ഉണ്ടാകും. இந்த கன்வென்ஷன் மூலமாய் பெரிய விடுதலை ஆசீர்வாதம் உண்டாகட்டும். ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. கர்த்தர் நமக்கு உதவி செய்வாராக. സ്വർഗപിതാവേ നിൻ വചനത്തിൽ എന്നാലടികൾ സ്ഥിരമാക്കണമേ. സ്വർഗപിതാവേ നിൻ വചനത്തിൽ എന്നാലടികൾ സ്ഥിരമാക്കണമേ. യാതൊരനീതിയുമേ ചെയ്തതെന്റെ യാത്രയെ ദിനവും നീ നടത്തണമേ. Rabba